Oh, good morning. ഗുഡ് മോർണിംഗ്. ആദ്യ പ്രസംഗം ഇല്ല, നമ്മൾ ആദ്യം പ്രസന്റ് ആയി പറയാം. നമ്മൾ തന്നെ ആദ്യം സാറിന് മടുത്തേക്കണേ നമ്മൾ ആദ്യം കണ്ടിട്ട്. അതെ, നമുക്ക് ലേറ്റ് ആയിട്ട് തരാം. ലേറ്റ് ആയിട്ട് വരാന്. സാർ എന്താ എത്തിന്നാവുന്നത്? ചേച്ചി എന്താ ആയിട്ട് എന്താ എന്തോ ഒരു 2 മണിക്കൂർ വർക്ക് ചെയ്യാനും ആ ആ ആ JC പാർട്ട്ണർ ഉം. ചേച്ചി അയച്ചെത്തിനാ? ഞാന് മോൾക്ക് പറ്റുന്നൊക്കെ വേണ്ടി എക്സാമാ. മോളെന്തിനു? മോള് ബാംഗ്ലൂരാ പഠിക്കണതേ, സൈക്കോളജി ഡിഗ്രി പഠിക്കും. ഡിഗ്രി കഴിയാനായ? ഇല്ല, സെക്കൻഡ് ഇയർ ആയിട്ടുള്ളൂ. ഒരു മോനൊരു മോളല്ലേ? മോന്റേതൊക്കെ കഴിഞ്ഞില്ലേ പഠിപ്പ്? മോൻ ഗൾഫിൽ പോയി. ആ ജോലി തന്നെ ചെയ്യുന്നത്? അപ്പൊ ജോലിയായി. പഠിച്ചതന്നെ ചെയ്യുന്നു. അക്കൗണ്ട്സിലാ ജോലി. ഹരിദാസ് വന്നിട്ടുണ്ടോ? ഓ ഹരിദാസ് ചേട്ടൻ വന്നിട്ടുണ്ടോ? ആ മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. നമ്മുടെ ടീമിൽ ഇപ്പൊ രാവിലെ എഴുന്നേക്കാൻ ഭയങ്കര മടിയായിരുന്നു. ഗുഡ് മോർണിംഗ്. ഹായ് സിന്ധു. ഹലോ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഞങ്ങള് വേറെ സാറിന് ഞങ്ങളെ രാവിലെ തന്നെ കണ്ടിട്ട് മടുത്തിട്ടുണ്ടാവും. ഞങ്ങൾ ആദ്യം എത്തും. ആരാ പറഞ്ഞു? അല്ല ഞാൻ പറയും സാർ അതെന്ത് സംഭവം ഒന്ന് വിവരിച്ചു തരും. ഏത് മറ്റേ ഫ്രാഞ്ചൈസി എന്തോ 2 മണിക്കൂർ എന്നോട് വിളിക്കാൻ പറഞ്ഞിട്ട് എത്ര ദിവസമായി? വിളിച്ചു തന്നെ വിളിക്കാൻ രാവിലെ നേരം. ആവശ്യക്കാരന് മാത്രമേ നമ്മൾ ഇവിടെ പാടുള്ളൂ. ആണോ? അപ്പൊ അറിയാലോ എല്ലാവർക്കും. ഇവിടെ പോയി നമ്മൾ ആളുകളുള്ളൂ. ഏതാളായപ്പോ അയാളെ എളുപ്പെട്ട് കാര്യമില്ല. ഇത് എന്താ പറയാ, റെക്കോർഡിംഗ് ആണ്. ഞാൻ വിളിക്കാം. നിനക്ക് ഇത് കഴിഞ്ഞ പിന്നെ സമയമില്ലാത്ത പ്രശ്നമാണ്. സമയം ഉണ്ടാവും ആദ്യം നോക്കട്ടെ. എന്താണെന്ന് ആരും എത്താത്തത്? എന്താണ് ഭയങ്കര മടിയാണ്. ഞാനിപ്പോ എല്ലാരും ഫോൺ ചെയ്യേണ്ടി വരുന്നത് തോന്നുന്നു. പഴയ ഗ്രൂപ്പ് വീണ്ടും തുടങ്ങേണ്ടി വരുമോ ക്യാപ്റ്റന്മാര്? സെറ്റാക്കാം. ഏതൊന്ന് 10-ാം തീയതി, ഡിസംബർ 10-ാം തീയതി കഴിഞ്ഞോട്ടെ. എന്റെ തനി സ്വഭാവം പുറത്തേക്ക് വരുന്നുണ്ട്. കുറച്ച് മടിയന്മാര് വന്നിട്ടുണ്ട്. നല്ല തണുപ്പ് തുടങ്ങി, അതായിരിക്കും. തണുപ്പോ? വെറും തണുപ്പ് മാത്രമുള്ള അടുത്ത് ഞാനിരിക്കുന്നത്. പിന്നെ ഇവിടെ തണുപ്പ് വരാനായിട്ട് കാത്തിരിക്കുന്നവരുണ്ട്. അപ്പൊ തണുപ്പുള്ള സാറിന് പിന്നെ അവിടെ തണുപ്പ് തന്നെ അല്ലേ? തണുപ്പാ, നല്ല തണുപ്പാ. ഇവിടെ രാവിലെ മഞ്ഞുണ്ട്. പിന്നെ ഇത് മഞ്ഞിന്റെ കാലമാണ്. വൃശ്ചിക മാസം വരെ മഞ്ഞിന്റെ കാലവും കാറ്റിന്റെ കാലമാണ്. അത് രണ്ടും ഉണ്ടാവണം അവിടെ. അതില്ലെങ്കിലാണ് പ്രശ്നം. കറക്റ്റല്ലേ? സമയാസമയത്ത് സംഭവിക്കണം.
വെയിറ്റ് ചെയ്യണോ നമുക്ക്? അല്ലേ? 2 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. വെയിറ്റ് ചെയ്യും. ഉം. ഇതുവരെ ഇവിടെ ഉള്ള ആൾക്കാരൊക്കെ ഒന്ന് പരിചയപ്പെടുത്തും. ഞാൻ ആരെങ്കിലൊക്കെ ഒന്ന് അറിയട്ടെ. കുറെ പേര് വന്നിരിക്കുന്നു. ഞങ്ങളെ പരിചയപ്പെടുത്തണ്ടല്ലോ. വിടാണ്ടിരിക്കുകയാണ്. ഞങ്ങള് ഈ അഷ്റഫ്ക്കാരുടെ അറിയാത്തൊരു ഫോണിന്റെ സൈഡിൽ എന്തോ പ്രശ്നമുണ്ട്. എപ്പോഴും ഫോൺ ഇത് ക്ലിയർ അല്ല. സൈഡിൽ എന്തോ ആ ക്യാമറയുടെ ഭാഗത്ത് എന്തോ പ്രശ്നമുണ്ട്. അഷ്റഫ് ഗ്രീൻ ടെക് അത് എന്തോ ഒരു ചെറിയ പ്രശ്നമുണ്ട്. എപ്പോഴും ഒരു സൈഡ് ഒരു പോറൽ പോലെ പോകും. അതെ അതെ, ഒരു സൈഡില് ചെറിയ ഡാർക്ക് കളർ കിട്ടുന്നു. ക്യാമറന്റെ അത് അല്ല, അത് സംഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ കവർ ഇട്ടിട്ടുണ്ടാവും, മൊബൈലിലെ കവർ. ആ കവറിന്റെ പ്രശ്നം സംശയം. ആ ഇപ്പൊ ശരി. അതെന്തായിരുന്നു പ്രശ്നം? കറക്റ്റായി. ഇപ്പൊ അതെന്തായിരുന്നു പ്രശ്നം? എന്തായിരുന്നു പ്രശ്നം? ടെഫോൺ ഗ്ലാസ് കുറച്ച് നീങ്ങി പോയതായി. അതാ ഞാൻ പറഞ്ഞത്, ക്ലാസിന്റെ എന്താ പ്രശ്നം. ഞാൻ 2 ദിവസമായി ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. വീഡിയോ ഓണാക്കി ഇരിക്കുന്നവരെയൊക്കെ നമുക്ക് നോക്കാൻ പറ്റുള്ളൂ. ഈ 682528 ആരാ? 682528 ആരുടെ പിൻകോഡാണ്? ആരത്? പുറത്തു വരും. പുറത്തു വന്ന് സംസാരിക്കും. അന്നത്ത് ഇതുവരെ സംസാരിക്കാത്ത ആളാണ്. അന്നത്ത് പരിചയപ്പെടുത്തുള്ളൂ. ആരാണെങ്കിലും നിങ്ങൾക്ക് കിട്ടുന്ന അവസരമല്ലേ. യെസ്, ഞാനുണ്ട് സാർ ഇവിടെ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. പറയൂ. പറയാം. പേര് അന്നത്ത്, പാലക്കാട്. പാലക്കാടോ? ആ, പാലക്കാട് എവിടെ? പാലക്കാട് പാലക്കാട്ടിൽ എവിടെയെന്ന്? ടൗണില് KSRTC ടൗണിൽ ബസ് തന്നെ ആണോ? ഞാനൊരു പാലക്കാട്ടുകാരനാണ്, അതുകൊണ്ട് ചോദിച്ചോ. അതെ, ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്നു. അതാ TNL കണ്ടപ്പോ എനിക്ക് മനസ്സിലായി. ഷമീന, ലീന. ഫുൾ ഫോം എന്താ? എന്താണ്? TNLന്റെ ഫുൾ ഫോം എന്താ? അത് ലീഡേഴ്സിന്റെ ഒരു ഇതാണത്. കോഡാണ്. ഗ്രൂപ്പ്. കോഡാണ്. ഓക്കെ. അപ്പൊ എങ്ങനെയാ ഇന്നലെ വരെ സംസാരിച്ച് എന്തൊക്കെയായിരുന്നു ജുഹൈൻ എന്ന് പറഞ്ഞേ? നമ്മുടെ മുനീർജിയെ കാണാനില്ല, വിളിച്ചിട്ട് എടുക്കുന്നില്ല. ഒന്ന് ചെക്ക് ചെയ്യട്ടെ, ടെസ്റ്റ് ചെയ്യട്ടോ. എന്താ പറ്റിയിരിക്കുന്നത്? മുജീബിനെ പറഞ്ഞിട്ട് കുറച്ച് ദിവസം കേട്ടിട്ട്. മുനീർ ഇതിനെ കുറിച്ചിട്ട് തന്നെ എന്താ പറയാ, സെയില് കൂട്ടുന്നതിന് ഒന്നും കൂടി ആ പ്രോസ്പെക്റ്റീവ് ഇതിനെ പറ്റി ഒന്നും കൂടി പറഞ്ഞു. ഡിസ്കൗണ്ട് കൊടുക്കരുത്, ഓഫറുകൾ കൊടുക്കുക, പിന്നെ അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു. കുറച്ച് കാര്യങ്ങൾ എന്താ നീ ചോദിക്കണത്? ശരി, കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. കുറച്ചല്ല, 1 മണിക്കൂർ സംസാരിച്ചു. അതിന്റെ സെയിൽ എങ്ങനെ കൂട്ടാന്നുള്ളതിനെ പറ്റിട്ട് അത് നമ്മൾ നല്ല രീതിയിൽ പ്രോസ്പെക്റ്റിംഗ് ചെയ്യണം എന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ കസ്റ്റമറെ പ്രസന്റേഷന് ഒന്നും കൂടി വ്യക്തമാക്കി തന്നു. ഓരോരുത്തർ കസ്റ്റമർക്ക് ഞാൻ പറയാം, കസ്റ്റമർക്ക് കിട്ടുന്ന ബെനിഫിറ്റും അഡ്വാൻറ്റേജും കൂടുതൽ ശ്രദ്ധിക്കണം. അഡ്വാൻറ്റേജ് ആദ്യം പറയാം. അഡ്വാൻറ്റേജ് ആദ്യം പറയാം. പിന്നെ പറയും ഇതൊന്നല്ല പറഞ്ഞിട്ടില്ല, കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇല്ല, ഓരോരുത്തർക്ക് ചിലപ്പോ ഓരോരോ പോയിന്റ്സ് കിട്ടിയിട്ടുണ്ടാവുക. എനിക്ക് കിട്ടിയതാവൂല, ചേച്ചി കിട്ടിയിട്ടുണ്ടാവുക. അതായത് മുഴുവൻ ശ്രദ്ധിക്കില്ല എന്ന് ചുരുക്കം. അങ്ങനല്ല, പിന്നെ ഡിസ്കൗണ്ട് കൊടുക്കരുത് പറഞ്ഞിരുന്നു. പൈസ കുറച്ച് കൊടുത്തിട്ട് പറഞ്ഞിട്ടുണ്ട്. പൈസ വില കുറച്ച് കൊടുക്കരുത്. വില കുറച്ച് കൊടുക്കരുത്. വില കുറച്ച് കൊടുക്കരുത്. പിന്നെ
അതേമാതിരി തന്നെ കസ്റ്റമർക്ക് എന്ത് കിട്ടും എന്നുള്ളതാണ് മെയിൻ ഫോക്കസ് ചെയ്യേണ്ടതെന്ന്. നമ്മൾക്ക് തള്ളാൻ പാടില്ലാന്ന്. നമ്മളെ പ്രൊഡക്റ്റിനെ കുറിച്ച് അങ്ങോട്ട് തള്ളാൻ പാടില്ല. കസ്റ്റമർക്ക് എന്ത് കിട്ടും എന്നുള്ളതാണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടതെന്നുള്ളത്. ഇത് 3 ഇമ്പോർട്ടന്റ് ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ശരി. നമ്മൾ ബേസിക്കലി നമ്മുടെ സ്വഭാവം എന്ന് പറയുന്നത്, സെയിൽസ് എന്ന് പറയുന്നതിനെ കുറെ സംസാരിക്കുന്നതായിട്ടാണ് ആളുകൾ കാണുന്നത്. അതാണ് സെയിൽസ് എന്നാണ് വിചാരം. പ്രൊഡക്റ്റിനെ കുറിച്ച് ഒരുപാട് പറയുക, നമ്മളെ കുറിച്ച് ഒരുപാട് പറയുക, നമ്മൾ വന്ന വഴിയെ കുറിച്ച് പറയുക. അതിലൊന്നും ഒരു കാര്യമില്ല. കസ്റ്റമർ വന്നിരിക്കുന്നത് അവൻ എന്ത് കിട്ടുമെന്ന് അറിയാനാണ്. അതുകൊണ്ട് അത് പറഞ്ഞു കൊടുക്കുക. ഇതാണ് നമ്മൾ ചിന്തിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം. ഓക്കെ, അപ്പോ ബേസിക്കലി നമ്മളെ സംബന്ധിച്ചിടത്തോളം സെയിൽസ് എന്ന് പറയുന്നത് എപ്പോഴും ഒരു തലവേദനയാണ്. ശരിയാണോ? തലവേദനയാണ് അല്ലെ? എത്ര എക്സ്പീരിയൻസ് ഉള്ള ആൾക്കും സെയിൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു തലവേദനയാണ്. കാര്യങ്ങൾ നടക്കുന്നില്ല, സെയിൽ നടക്കുന്നില്ല, ക്ലോസിംഗ് നടക്കുന്നില്ല, കാശ് വരുന്നില്ല. എന്തായിരിക്കും ഇതിന് കാരണം? എന്തായിരിക്കും കാരണം? ആർക്കെങ്കിലും പറയാൻ പറ്റും? സെയിൽ എന്തുകൊണ്ടാണോ സെയിൽസ് ഒരു ഭയങ്കര തലവേദനയായിട്ട് മാറുന്നത്? എനിബഡി? നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് ഒരു തലവേദനയായിട്ട് മാറാനുള്ള പ്രധാനപ്പെട്ട കാരണം? ആരെയൊക്കെ ഒന്ന് അൺമ്യൂട്ട് ചെയ്ത് പറയപ്പാ, എന്താണ് കാര്യം? വൈ സെയിൽസ് ഈസ് ഡിഫിക്കൽട്ട്? ഇന്ന് ഞാൻ പറയേണ്ടി വരും വീഡിയോ ഓണാക്കാം അല്ലേ? ഞാൻ ഡെയിലി രാവിലെ ഇരുന്ന് ഭീഷണിപ്പെടുത്തേണ്ടി വരും അല്ലേ? വീഡിയോ ഓണാക്ക്, അത് ചെയ്യ്, ഇത് ചെയ്യ്, എല്ലാ ദിവസവും കുഞ്ഞുങ്ങളോട് പറഞ്ഞ പോലെ ഒക്കെ മൂത്താപ്പകളായിക്കണം. എന്നിട്ടാണ് പറയ്, എന്തുകൊണ്ട് സെയിൽസ് ഇറ്റ്സ് നോട്ട് ഹാപ്പനിങ്? സെയിൽസ് ഈസ് ഡിഫിക്കൽട്ട്. എന്താ കാര്യം? എല്ലാവർക്കും ഐഡിയ ഉണ്ടോ? ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ ജുഹൈന? പറയും. കറക്റ്റ് ആവശ്യക്കാര് എത്താതിരിക്കണ കാരണമാവും അല്ലേ? കറക്റ്റ് ആവശ്യക്കാര് നമ്മുടെ അടുത്ത് എത്താതിരിക്കുന്നത് കൊണ്ടായിരിക്കാം. അതൊരു റീസൺ ആണ്. ശരിയാണ്. പിന്നെ വേറെന്തെങ്കിലും? ശരിക്കും എനിക്ക് തോന്നുന്നത് നമ്മുടെ പ്രൊഡക്റ്റ് ആവശ്യക്കാര് ആരോ അവര് നമ്മൾ എത്തിക്കുന്നില്ല. അതായിരിക്കാം. ആവശ്യക്കാരോ അവിടേക്ക് നമ്മൾ എത്തിക്കുന്നില്ല. ഓക്കെ, ശരി. ഓക്കെ, പിന്നെന്താ? എനിബഡി? ജുഹൈന, ബിരിയാണി ഉണ്ടാക്കാൻ അറിയോ? അറിയാം. എങ്ങനെ കോൺഫിഡന്റ് ആയിട്ട് ഉണ്ടാക്കാൻ അറിയോ? നല്ല ബിരിയാണി ആയിരിക്കോ ഞങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ കിട്ടാൻ പോണത്? നെയ്ച്ചോറ് നന്നായിട്ട് വെക്കും, ബിരിയാണി വെക്കാൻ കുറവാണ്. ചിക്കൻ കറി ആണോ ബീഫാണോ നിനക്ക് ഏറ്റവും കൂടുതൽ വെക്കാൻ ഇഷ്ടം? കഴിക്കാറില്ല കേട്ടോ, വെക്കാൻ. ചിക്കൻ കറി. നിനക്ക് ഏറ്റവും ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഭക്ഷണ വിഭവം ഏതാ? പെട്ടെന്ന്, എത്ര പെട്ടെന്ന് എൻ്റെ തന്നു കഴിഞ്ഞാലും ഞാൻ ചെയ്യാം എന്ന് പറയുന്ന ദോശയും ചട്നി. ഓക്കെ, ഈ ദോശ ഉണ്ടാക്കാൻ ആരാ പഠിപ്പിച്ചത് നിന്നെ? അല്ലെങ്കിൽ ദോശ എന്തുകൊണ്ടാണ് നിനക്ക് വളരെ ഉണ്ടാക്കാൻ ഈസി ആയി തോന്നുന്നത്? എന്നുണ്ടാക്കലതാണ്. ഇടയ്ക്കൊന്ന് മാറ്റി പിടിച്ചു കൊടുക്കണം കേട്ടോ, അവർക്ക് ദോശ എന്നിട്ട് മടുക്കണ്ട. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കുക. ഞാൻ ഇപ്പൊ ഒരു കാര്യം ചോട്ടെ, വിജയേട്ടനോട് ഒരു ഫർണിച്ചറിന്റെ എന്തിനോട് ബന്ധപ്പെട്ട കാര്യം ചോദിച്ചാലും വിജയേട്ടൻ പറയും. എന്നാൽ ആ വിജയേട്ടൻ കാറിനോട് ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ വിജയേട്ടന് പറയാൻ ബുദ്ധിമുട്ടാണ്. എന്തുകൊണ്ടാണ്? അതിനെക്കുറിച്ച് അറിവില്ലാത്തതുകൊണ്ട്. നമുക്കൊരു കാര്യം അറിവില്ല എന്ന് പറയാൻ കാരണം എന്താ? അല്ലെങ്കിൽ ഡിഫിക്കൽട്ടാണ്, ബുദ്ധിമുട്ടാണ് എന്ന് പറയാൻ കാരണം എന്താ? അതിനെക്കുറിച്ച് അറിവില്ലാത്തതുകൊണ്ട്. ശരിയല്ലേ? നമുക്കൊരു കാര്യത്തിനെ കുറിച്ച് അറിയില്ല, എന്നാൽ അത് ഒരു ബുദ്ധിമുട്ടായിട്ടുള്ള പ്രവൃത്തിയായിട്ട് മാറും. ക്രിക്കറ്റ് കളിക്കാൻ അറിയില്ല എന്നുള്ളത് കൊണ്ട് തന്നെ ക്രിക്കറ്റ് കളി ഒരു ബുദ്ധിമുട്ടായിട്ട് മാറും നമുക്ക്, അല്ലെ?
ഡ്രൈവിംഗ് അറിയില്ല, അതുകൊണ്ട് നമുക്ക് ഡ്രൈവിംഗ് ബുദ്ധിമുട്ടാവും, അല്ലെ? എന്തൊക്കെ കാര്യങ്ങളാണോ അറിയാത്തത്, അതുകൊണ്ട് തന്നെ അത് നമുക്കൊരു ബുദ്ധിമുട്ടായിട്ട് മാറുന്ന അവസ്ഥ ക്രിയേറ്റ് ചെയ്യപ്പെടും. അതാണ് എന്ത് ബേസിക്കലി നടക്കുന്നത്. എന്താ നടക്കുന്നത്? ഈ പറഞ്ഞ അറിവില്ലാത്തത് കൊണ്ടാണ് ബുദ്ധിമുട്ടായി തീരുന്നത്. പല കാര്യങ്ങളും അറിവില്ലാത്തത് കൊണ്ടാണ് ബുദ്ധിമുട്ടായി തീരുന്നത്. സത്യമാണോ? സെയിൽസ് ബുദ്ധിമുട്ടാവുന്നത് എന്തുകൊണ്ടായിരിക്കും? അപ്പോൾ അറിവില്ലാത്തതുകൊണ്ട്. സെയിൽസ് അറിവില്ലാത്തത് കൊണ്ട്, സെയിൽസ് അറിയാത്തത് കൊണ്ടായിരിക്കും സെയിൽസ് ബുദ്ധിമുട്ടാവുന്നത്. നമ്മുടെ നാട്ടില് ആളുകൾ സെയിൽസിനോടൊരു ഒരു ഒരു എതിർപ്പ് ഉണ്ടാവാറുണ്ട്. സെയിൽസ് വേണ്ട, സെയിൽസ് ചെയ്യരുത്, സെയിൽസിനോട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യരുത്. ഇപ്പോ സിന്ധുലത പറഞ്ഞു, വളരെ കോൺഫിഡന്റോട് കൂടി പറഞ്ഞു, അക്കൗണ്ട്സിലാണ് മകൻ ജോലി ചെയ്യുന്നത് ദുബായിൽ എന്ന് പറഞ്ഞു. എനിക്ക് നാവിലൊരു ഡയലോഗ് വന്ന് ഞാൻ അപ്പൊ പറഞ്ഞില്ലെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ ഞാൻ പറഞ്ഞത് ഒരിക്കലും വളരാത്ത ഡിപ്പാർട്ട്മെന്റ്, ശമ്പളം കൂടാത്ത ഡിപ്പാർട്ട്മെന്റ്, ഉറപ്പിച്ചു പറയാൻ പറ്റും എനിക്ക്. അവിടെ ശമ്പളം കൂടുന്നെന്ന് പറഞ്ഞത് 10%, 10, 20%, 5%, 8%, ഇങ്ങനെയൊക്കെ കൂടുക ശമ്പളം. ഒരു 50% ശമ്പളം കൂടുമോ അക്കൗണ്ട്സിൽ? എന്തെങ്കിലും കേട്ടിട്ടുണ്ടോ നിങ്ങൾ അക്കൗണ്ട്സിൽ 50% ശമ്പളം കൂടിയത്? 10,000 രൂപ കിട്ടിക്കൊണ്ടിരിക്കുന്നു, പെട്ടെന്ന് 15,000 രൂപയ്ക്ക് കൊടുക്കും. അക്കൗണ്ട്സ് കിട്ടില്ല. 20,000 കിട്ടുന്നതിന് പെട്ടെന്ന് 40,000 ആക്കി കൊടുക്കുമോ? അക്കൗണ്ട്സ് കിട്ടില്ല. എന്നാൽ അത് സെയിൽസിലാണെങ്കിൽ അവർ കിട്ടും, ശമ്പളം കൂടും, കൂടുതൽ ഇൻസെന്റീവ് കിട്ടും. അക്കൗണ്ട്സിൽ ഇൻസെന്റീവ് ഉണ്ടോ? ഇല്ല. എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ സെയിൽസ് എന്ന് പറയുന്ന പണിയാണ്, ഞാൻ ഇന്നലെ വരെ പറഞ്ഞ പോലെ തന്നെ ഇന്നും പറയുന്നത്, സെയിൽസ് എന്ന് പറയുന്ന പണിയാണ് നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ വരുമാനം കൊണ്ടുവരുന്ന, അല്ലെങ്കിൽ വരുമാനം കൊണ്ടുവരുന്ന ഒരേ ഒരു ഡിപ്പാർട്ട്മെന്റ് ബിസിനസ്സിലെ സെയിൽസ് മാത്രമാണ്. ഇത് പഠിച്ചു കഴിഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചോളം വരുമാനം ഉണ്ടാക്കാൻ, ആ കമ്പനിക്ക് വേണ്ടി വരുമാനം ഉണ്ടാക്കാൻ നമുക്ക് സാധിക്കും. ശരിയല്ലേ? അതുകൊണ്ടാ സെയിൽസ് പഠിക്കണം എന്ന് പറഞ്ഞത്. സെയിൽസ് എന്തെങ്കിലും പഠിച്ചിട്ടുണ്ടോ നിങ്ങൾ? അക്കൗണ്ട്സ് പഠിച്ചിട്ടുണ്ട് അല്ലേ? കോമേഴ്സ് ഇങ്ങനെ ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ശരിയല്ലേ? പക്ഷെ അക്കൗണ്ട്സ് എവിടെയെങ്കിലും പഠിച്ചിട്ടുണ്ടോ? സെയിൽസ് എവിടെയെങ്കിലും പഠിച്ചിട്ടുണ്ടോ? നമ്മുടെ നാട്ടിൽ സെയിൽസിനെ ആളുകൾ തള്ളിപ്പറയുന്നതിന് പ്രധാനപ്പെട്ട കാരണം എന്താണ്? സെയിൽസിനെ കുറിച്ച് ആളുകൾക്ക് അറിയാത്തത് കൊണ്ടാണ്. സെയിൽസ് പഠിക്കാത്തത് കൊണ്ട്, എവിടെയും അവരുടെ ജീവിതത്തിൽ ആളുകളോട് പഠിക്കാത്തത് കൊണ്ടാണ്. പക്ഷെ ഇവിടെ ഇരിക്കുന്ന ഈ 20, 22 എത്ര ആൾക്കാരാ വെച്ചാൽ ഈ ആൾക്കാർ മുഴുവൻ സെയിൽസ് ഇല്ലാണ്ട് നിങ്ങളുടെ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമോ? അപ്പൊ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യത്തിന്റെ പേര് സെയിൽസ് എന്നുള്ളതാണ്. അപ്പൊ സെയിൽസ് എങ്ങനെ കൂട്ടാം എന്നുള്ളതിന്റെ നമ്മുടെ ഡിസ്കഷന്റെ 3ാമത്തെ ദിവസമായിട്ടുള്ള ഇന്ന് ഞാൻ സംസാരിക്കുന്നത് സെയിൽസ് എന്തുകൊണ്ട് പഠിക്കണം എന്നുള്ളതാണ്. സെയിൽസ് ഏതൊക്കെ കാര്യങ്ങൾ പഠിക്കണം, സെയിൽസ് പഠിച്ചു കഴിഞ്ഞാൽ എത്രത്തോളം മുന്നോട്ട് പോകാൻ സാധിക്കും എന്നുള്ളതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത്. ഞാൻ വളരെ ഓപ്പൺ ആയിട്ട് ഞാൻ പറയാം. ഇതിൽ തന്നെ ജുഹൈനത്തിന് എടുക്കുക. ജുഹൈന ആദ്യത്തെ ജുഹൈനയും ഇപ്പോഴത്തെ ജുഹൈനയും തമ്മിലുള്ള വ്യത്യാസം എന്താ ജുഹൈന? കോൺഫിഡന്റ് കൂടും. എപ്പോഴാ കോൺഫിഡൻസ് കൂടിയത്? അറിവ് കൂടിയിട്ടാണ് കോൺഫിഡൻസ് കൂടുക. അറിവ് കൂടുമ്പോഴാണ്. വിജയേട്ടന്റെ കോൺഫിഡൻസ് നിനക്ക് നിന്റെ ജീവിതത്തിൽ ഉണ്ടാവില്ല. കാരണം വിജയേട്ടൻ 19 വർഷമായിട്ട് ഉള്ള കോൺഫിഡൻസ് ആണ്. ജീവിച്ചതിന്റെ അറിവുണ്ട്, അറിവുകളും തിരിച്ചറിവുകളും ഉണ്ട്, അല്ലെ? ജുഹൈനയ്ക്ക് അത് ഉണ്ടാവണമെന്നില്ല. എന്താ കാരണം? ജുഹൈനയുടെ പകുതി വയസ്സേ ഉള്ളൂ വിജയേട്ടന്റെ. സ്വാഭാവികമായിട്ട് പകുതി വിവരം, പകുതി അറിവ് മാത്രമേ ഉണ്ടായിട്ടുണ്ടാവുള്ളൂ. അറിവ് കൂടുന്തോറും നമ്മുടെ കോൺഫിഡൻസ് ലെവൽ കൂടും. കോൺഫിഡൻസ് ലെവൽ കൂടുമ്പോൾ നമ്മൾക്ക് എന്താ ഉണ്ടാവുന്നത്? നമ്മുടെ മുന്നിലിരിക്കുന്ന ആരോടും നമുക്ക് ധൈര്യപൂർവ്വം സംസാരിക്കാനും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും സാധിക്കും. പറഞ്ഞ ശരിയാണോ? ധൈര്യപൂർവ്വം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും സംസാരിക്കാനും നമുക്ക് സാധിക്കും. അപ്പൊ കിട്ടുന്ന ഗുണം എന്താണ്? ഒരു മാസം അല്ലെങ്കിൽ 1.5 മാസം മുന്നത്തെ സിന്ധുലത ജുഹൈനയ്ക്ക് ഓർമ്മയുണ്ടല്ലോ. ഇന്ന് ചോദിച്ച് ചാടി വന്ന് ആൻസർ പറയുന്നത് കണ്ടോ? എന്താ വ്യത്യാസം? കോൺഫിഡൻസ് കൂടി എന്നുള്ളത് ഏറ്റവും കൂടുതൽ അറിവ് കൂടി. ഇവിടെ ഇരിക്കുന്ന പലരുടെയും പ്രശ്നം എന്താണെന്നറിയോ? ഇപ്പൊ ഞാൻ നിർബന്ധിച്ചിട്ട് പലരെയും
അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കുന്ന പറയാൻ കാരണം അവർക്ക് കോൺഫിഡൻസ് കുറവാണ്. അതിന് കാരണം അറിവ് കുറവാണ്. പക്ഷെ മനുഷ്യനായതുകൊണ്ട് വേറൊരു ഗുണമുണ്ട്, എനിക്ക് എല്ലാം അറിയാം എന്നുള്ളൊരു വിചാരം, അത് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പൊ അതുകൊണ്ടാണ് സെയിൽസ് എന്ന് പറയുന്നതിൽ കോൺഫിഡൻസ് ഇല്ലാത്തത് കൊണ്ടാണ് പല ബിസിനസ്സുകാരും പല സെയിൽസുകാരും ഇവിടെ ഫെയിലിയർ ആവുന്നത്. അംഗീകരിക്കൊന്നുമില്ല. എത്ര ബിസിനസ് പൂട്ടിപ്പോകുന്നുണ്ട്. രാമേന്ദ്രേട്ടന്റെ ഒക്കെ മുന്നിൽ കൂടെ എത്ര ബിസിനസ് പൂട്ടിപ്പോകുന്നത് കണ്ടിട്ടുണ്ട് രാമേന്ദ്രേട്ട? എന്തോരം ബിസിനസ് നമ്മുടെ നാട്ടിൽ പൂട്ടിപ്പോകുന്നുണ്ട്. പക്ഷെ അവര് എന്ത് പറയും? കസ്റ്റമർ വന്നില്ല പറയും. രാമേന്ദ്രേട്ട, നമ്മളെ മേഖലയിൽ തന്നെ ഉള്ള ലാസ്റ്റ് തുടങ്ങിയ 2 കമ്പനി 3 കൂട്ടുമ്പോൾ ഈ 1 കൊല്ലം കൊണ്ട് പൂട്ടിപ്പോയി. എന്താ കാരണം രാമേന്ദ്രേട്ട? രാമേന്ദ്രേട്ടന്റെ ഒരു കാഴ്ചപ്പാടില് ഒരു കാരണം അവർക്ക് അതിൽ ഒരാള് തുടരുന്നുണ്ട്, മറ്റൊരു കൂടുന്നു. ഒരു കാരണം പറയുന്നവർ സെയിൽസ് അറിയില്ലാണല്ലോ. രണ്ടാമത്തെ കാരണം നമ്മളൊരു ബിസിനസ് ഉണ്ട്, ആ ബിസിനസ്സിലേക്ക് കയറുമോ, ആ ബിസിനസ്സിലേക്ക് കയറാൻ നമ്മ മാക്സിമം നമ്മളെ ബിസിനസ് സംരക്ഷിച്ചു. അപ്പൊ പിന്നെ അവർക്ക് അതിലൊരു സ്ഥലവും ഇല്ലാതായി, സ്പേസ് ഇല്ലാതായി. ദോഷം ഞാൻ അവർക്ക് സ്ഥലം ഉണ്ടാക്കേണ്ടത് അവരുടെ ഉത്തരവാദിത്തല്ലേ? അതുകൊണ്ട് ഒരാൾ രക്ഷപ്പെട്ടു. ആ ഉണ്ടാക്കേണ്ടതിനല്ലേ സെയിൽസ് എന്ന് പറയുന്നത്. ശരിയല്ലേ? എവിടെയാണോ കസ്റ്റമർ ഉണ്ടാവേണ്ടത് അവിടെ കസ്റ്റമറെ ഉണ്ടാക്കിയെടുക്കുന്നതല്ലേ സെയിൽസ്. അതിന് പ്രധാനപ്പെട്ട കാര്യം എന്താ? ഒരു കാര്യം രാമേന്ദ്രേട്ടൻ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഒരു ബിസിനസ് തകരുമ്പോൾ 150 അഭിപ്രായങ്ങൾ പറയും. എന്താ 150 അഭിപ്രായങ്ങൾ അറിയോ? കസ്റ്റമർ ശരിയല്ല, അവിടുത്തെ ആ ടോട്ടൽ പ്ലേസ് ശരിയല്ല, അവിടുത്തെ ചുറ്റുപാടുള്ള ആൾക്കാർ ശരിയല്ല, അവിടെ ആ ഒരു മൊത്തത്തിലൊരു എനർജി കുറവുണ്ട്, നെഗറ്റീവ് എനർജിയാണ് കയറിക്കൊണ്ടിരിക്കുന്നത്. അവിടെ ആ സംഭവം ഉണ്ട്, ഈ സംഭവം ഉണ്ട്, ഇതുണ്ട്. ഒരൊറ്റ കാര്യം ഇല്ലാത്തത് കൊണ്ട് അവിടെ പൂട്ടിപ്പോണ്ടി വന്ന് അവന് കച്ചവടം ഉണ്ടെങ്കിൽ അവൻ പൂട്ടിപ്പോവോ? എന്ത് നെഗറ്റീവ് എനർജി ഉണ്ടെങ്കിലും, എന്ത് പോസിറ്റീവ് എനർജി ഉണ്ടെങ്കിലും, എന്ത് ചെറുത്താനുണ്ടെങ്കിലും, എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും പൂട്ടിപ്പോവോ കച്ചവടം ഉണ്ടെങ്കിൽ? ആ കച്ചവടം ഇല്ലാത്തതുകൊണ്ടാണ്. പക്ഷെ ഇതല്ല, മറ്റുള്ള എല്ലാ കഥയും പറയും. കച്ചവടം ഇല്ല എന്നുള്ളത് ഒരാള് പറയില്ല. കച്ചവടത്തിന് വേണ്ടിയിട്ട് 1 രൂപ ചെലവാക്കില്ല, ഇൻവെസ്റ്റ് ചെയ്യില്ല, അവനവനിൽ ഇൻവെസ്റ്റ് ചെയ്യില്ല. ഞാൻ ഒരു കാര്യം പറയട്ടെ, എന്തുകൊണ്ടാണ് ഷാജി ബ്രോ പറഞ്ഞ ഇന്നലെ 1 മാസം കൊണ്ട് എനിക്ക് മാറ്റം വന്നു എന്നുള്ളത്? ഞാൻ ഉറപ്പിച്ച് പറയാം, ഷാജി ബ്രോ ഇപ്പൊ ചിന്തിക്കുന്നത് എന്താ അറിയോ? ഷാജി ബ്രോക്ക് കോൺഫിഡൻസിന് കുറവൊന്നുമില്ല, അങ്ങനെയുള്ള ബിസിനസ് തുടങ്ങിയത്. ഷാജി ബ്രോ ചിന്തിക്കുന്നത് അറിയോ? എനിക്ക് സെയിൽസിനെ കുറിച്ചും അറിയാം. അപ്പോ താൻ എൻ്റെ അടുത്ത് വരുന്ന സമയത്ത് തന്നെ ഡീല് ചെയ്യാൻ എനിക്ക് നന്നായിട്ട് അറിയാം. ഇത് ആരുടെ മനസ്സിലുണ്ട്? ഷാജി ബ്രോന്റെ മനസ്സിലുണ്ട്. അതിന് കാരണം എന്താ? ഷാജി ബ്രോ കുറച്ചൊക്കെ സെയിൽസ് പഠിച്ചു തുടങ്ങി. ഇങ്ങനെ ഇരിക്കുമ്പോഴാണ്, ഇത് അറിയാത്തത് കൊണ്ടാണ് ഇത് പഠിക്കാൻ മെനക്കെട്. ഞാൻ ഒരു കാര്യം നിങ്ങളെ അഭിനന്ദിക്കുന്ന കാര്യം, 6 മണിക്ക് രാവിലെ എഴുന്നേറ്റ് എന്റെ മുന്നിൽ വന്നിരിക്കുന്നു എന്നുള്ളതല്ല നിങ്ങൾക്കുള്ള അഭിനന്ദനം. നിങ്ങൾ മാനസികമായിട്ടും ശാരീരികമായിട്ടും സെയിൽസ് പഠിക്കാൻ തയ്യാറായിട്ടുണ്ട് എന്നുള്ളതാണ്. ഞാൻ ഒരു കാര്യം ഞാൻ ഉറപ്പിച്ച് പറയാം, നിങ്ങൾ ആത്മാർത്ഥമായിട്ട് പരിശ്രമിച്ചാൽ, ആത്മാർത്ഥമായിട്ട് ഇവിടുന്ന് പഠിക്കുന്ന കാര്യങ്ങൾ ആത്മാർത്ഥമായിട്ട് എക്സിക്യൂട്ട് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ 150% എനിക്ക് ഉറപ്പാണ് നിങ്ങളുടെ വരുമാനം കൂടും. നിങ്ങളുടെ മുന്നിലിരിക്കുന്ന ഞാനാണ് ഇതിന്റെ എക്സ്പീരിയൻസ്. 50,000 രൂപ ശമ്പളത്തിന് ജോലിക്ക് പോയിക്കൂടെ മോനെ എന്ന് ചോദിക്കുന്ന എന്റെ അമ്മയുടെ മുന്നിൽ പിടിച്ചു നിൽക്കണമെന്നുണ്ടെങ്കിൽ എനിക്ക് 50,000-ന് മുകളിൽ വരുമാനം വേണമല്ലോ എനിക്ക്. ഉറപ്പല്ലേ? അത് ഞാൻ സെയിൽ ചെയ്തിട്ട് നിങ്ങൾ കാണുന്നുണ്ടല്ലോ, ഞാൻ സെയിൽസാ ചെയ്യുന്നേ. ഞാൻ ഓരോരുത്തരോട് സംസാരിക്കുന്നു, ഓരോ ആളുകളോട് സംസാരിക്കുന്നു, സെയിൽസാ ചെയ്യുന്നേ. അതിന് എന്തൊക്കെ കാര്യങ്ങളുണ്ട് വെച്ചാൽ അത് ഞാൻ ചെയ്യുന്നുണ്ട്. ഞാൻ എന്തിനാണ് 10 ദിവസം ഈ 1 മുതൽ 10 ദിവസം വരെ, ഡിസംബർ 1 മുതൽ 10 ദിവസം വരെ, ഞാൻ ഓപ്പൺ ആയിട്ടാ പറയുന്നത്, 10 ദിവസം വരെ നിങ്ങളെല്ലാവരും കുറെ പേര് ഫ്രീ ആയിട്ട് ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. ശ്രീജിത്ത് കേസി എന്ന് പറയുന്ന ദ ബിസിനസ് ഇൻഫ്ലുവൻസർ എന്ന് പറയുന്ന ആളെ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുകയാണ്. എന്തായിട്ട്? സെയിൽസിനെ കുറിച്ചും ബിസിനസിനെ കുറിച്ചും അറിയാവുന്ന ഒരാളാണ്. ഇത് എങ്ങനെ ഞാൻ കാണിച്ചു തരുന്നത്? നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് ആൻസർ പറഞ്ഞിട്ടാണ്, ലൈവായിട്ടാണ്. അപ്പൊ എനിക്ക് മെസ്സേജ് വരും, സിന്ധുരേതയുടെ മെസ്സേജ് വരും, ആഷ്ടിയുടെ മെസ്സേജ് വരും, ലീനയുടെ മെസ്സേജ് വരും. സാറേ ഞാൻ എന്ത് ചെയ്യണം, അങ്ങനെ ആകുമ്പോൾ എന്ത് ചെയ്യണം, ഇങ്ങനെ ആകുമ്പോൾ എന്ത് ചെയ്യണം, എനിക്ക് മെസ്സേജ് വരും. അതിന് സൊല്യൂഷൻ ഞാൻ കൊടുക്കാൻ മാക്സിമം ശ്രമിക്കും. ഇന്നലെ ഷമീനെ വിളിച്ചപ്പോൾ ഞാൻ ഷമീന എനിക്ക് ടൈം വേണം, ഞാൻ വേറെ തോട്ടിലാണ്, ഞാനൊന്ന് ആലോചിച്ചിട്ട് ഞാൻ പറയാം.
പറഞ്ഞില്ലേ? അതെന്തുകൊണ്ടാ? എന്റെ കോൺഫിഡൻസ് എന്ന് പറയുന്നത് ഞാൻ എന്നും എപ്പോഴും പഠിക്കുന്നത് സെയിൽസ് ആണ്. കാരണം എനിക്കറിയാം ഇതില്ലാതെ ഒരു അടി മുന്നോട്ട് പോകാൻ പറ്റില്ലെന്നറിയാം. ശരിയാണോ? അപ്പോ ബിസിനസ് കൂട്ടാൻ, സെയിൽസ് കൂട്ടാനുള്ള വഴി എന്ന് പറയുന്നത് സെയിൽസിനെ പഠിക്കുക. നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ പഠിക്കുന്നുണ്ട് ഒരു ദിവസം? എന്തൊക്കെ കാര്യങ്ങൾ? രാമേന്ദ്രനെ സംബന്ധിച്ചിടത്തോളം ലോകത്തിലുള്ള ഏതൊക്കെ കാര്യങ്ങളും പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. എന്തിനെ കുറിച്ച്? കാരണം താങ്കൾ ഒരു പൊസിഷനിൽ ഇരിക്കുന്ന വ്യക്തിയാണ്, സ്വാഭാവികമായിട്ടും അതിനെക്കുറിച്ച് വ്യക്തമായിട്ട് പറയണം. ആസിയാൻ കരാർ എന്താണ് എന്ന് പറയണം. പുതുതായിട്ട് വരുന്ന പുതിയ പുതിയ റൂളുകള്, ഡെവലപ്മെന്റ്സുകൾ എന്താണെന്ന് പറയണം, സാധിക്കണം അല്ലെ? അതിനുവേണ്ടി എന്താ രാമേന്ദ്രേട്ടൻ ആദ്യം ചെയ്യുക? അതിനെക്കുറിച്ച് പഠിക്കും. സെയിൽസിനെ കുറിച്ച് പഠിക്കണം. അത് നിർബന്ധമായിട്ടുള്ള കാര്യമാണ്. അത് പലരും മെനക്കെടാറില്ല. അതുകൊണ്ടാണ് അവരുടെ സെയിൽ കുറവ്. ഞാൻ ഇന്നലെ പറഞ്ഞു വന്ന കുറച്ച് കാര്യങ്ങളിൽ ഇന്നത്തെ പോയിന്റ്, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് എന്ന് പറയുന്നത് അതാണ്. സെയിൽസിനെ കുറിച്ച് പഠിക്കുക. സെയിൽസ് എന്താണെന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക. സെയിൽസ് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതം രക്ഷപ്പെടും. അത് കോൺഫിഡന്റ് ആയിട്ട് ചെയ്യാൻ ശ്രമിക്കുക. കിട്ടുന്നത് കൊണ്ട് സംതൃപ്തിപ്പെടുക എന്നുള്ളത്, ഞാനൊരു കാര്യം ഞാൻ പറയട്ടെ, നിങ്ങൾക്ക് എന്താണോ കിട്ടുന്നത്, കിട്ടുന്നുണ്ടെങ്കിൽ അത് തന്നെ കിട്ടിക്കൊണ്ടിരിക്കുള്ളൂ. നമുക്ക് ഉയർച്ച വേണം എന്തിലും. നമ്മുടെ ചെലവ് കൂടുകയാണ്. നമ്മുടെ കാര്യങ്ങളിൽ ഒരുപാട് വ്യത്യാസം വന്നുകൊണ്ടിരിക്കുകയാണ്. ശരിയാണോ? നമ്മൾ നിയമപരമായിട്ട് വേണം മുന്നോട്ട് പോവാൻ പല കാര്യങ്ങളിലും. ഇതിനൊക്കെ എന്ത് വേണം? കാശ് വേണം. അതിനെന്ത് വേണം? സെയിൽസ് അറിയണം. സോ വെരി സീരിയസ്ലി നിങ്ങൾ പഠിക്കേണ്ടത്, നിങ്ങൾ പ്രയത്നിക്കേണ്ടത് സെയിൽസ് പഠിക്കാനാണ്. ഇത് പ്രവർത്തിക്കാത്തത് കൊണ്ടാണ് പലപ്പോഴും പാളിച്ച പറ്റുന്നത്. ഏറ്റവും ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളെങ്കിലും സെയിൽസിനെ കുറിച്ചാണ്. ഏറ്റവും ബേസിക് ആയിട്ടുള്ളത് എന്താ? സെയിൽസിലെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യം അതാണ് നമ്മൾ ഇന്നലെ സംസാരിച്ചു കൊണ്ടിരുന്നത്. തള്ളല്ല രാമൻകുട്ടിയെ, തള്ളല്ല. കേട്ടോളി, സെയിൽസ് തള്ളല്ല. സെയിൽസ് എന്ന് പറയുന്നത് കസ്റ്റമർക്ക് ഒരു സൊല്യൂഷൻ കൊടുക്കലാണ് എന്ന് ഏറ്റവും മിനിമം മനസ്സിലാക്കാനെങ്കിലും നമ്മൾ ശ്രമിക്കണം. നിങ്ങൾ അതിന്റെ, ഞാൻ ഒരു കാര്യം പറയട്ടെ, എന്തൊക്കെ കാര്യങ്ങൾ പഠിക്കണോ? ഷാജി ബ്രോ ഏതാ മറ്റേ ഡിഗ്രി ചെയ്തോ? ഏതാ ഡിഗ്രി? കൊമേഴ്സ്. എന്ത് കാര്യം? ഒരു കാര്യമില്ല. ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരോടും ഞാൻ ചോദിക്കുകയാണ്, എന്ത് കാര്യം? ഞാൻ പഠിച്ചത് ഡിഗ്രി മാത്സാ. MBA പഠിച്ചതാ. MBA പഠിച്ച ഒരു കാര്യം എനിക്ക് ഓർമ്മയില്ല. ഓപ്പണായിട്ട് ഞാൻ പറയുന്നു, ഒരു കാര്യം എനിക്ക് ഒറ്റ കാര്യം എനിക്ക് ഓർമ്മയുണ്ട്. ആ ഒരൊറ്റ പോയിന്റ്, ചേഞ്ച് ക്യാൻ മേക്ക് എക്സ്പീരിയൻസസ് ഔട്ട്ഡേറ്റഡ്. അതല്ലാതെ എനിക്ക് ഒരു സാധനം എനിക്ക് ഓർമ്മയില്ല. സത്യം, നെഞ്ചത്ത് കൈ വെച്ചിട്ടാ പറയണേ. നമ്മളൊക്കെ ഡിഗ്രി പഠിക്കും, എന്തോരം നോളജ് നമ്മൾ തലയിലേക്ക് തള്ളിക്കയറ്റി. 10-20 വർഷത്തോളം, 1ാം ക്ലാസ് തൊട്ടിട്ട് 10-20 വർഷത്തോളം നമ്മുടെ കയ്യിൽ ചാറ്റ് GPT ഉണ്ടെന്ന്. ഇതൊക്കെ ഒരടിക്ക് കിട്ടും ഇല്ലേ? ഡോക്ടർ ട്രൈഗ്ലിസറൈഡ് കൂടുതലാന്ന് പറഞ്ഞിട്ട് എനിക്ക് മരുന്ന് തന്നു. നിഷ ആദ്യം എന്താ ചോദിച്ചാൽ, ട്രൈഗ്ലിസറൈഡ് കൂടിയാൽ എന്തൊക്കെ ഭക്ഷണം കഴിക്കാം എന്നൊരു ലിസ്റ്റ് ഇട്ട് തന്നു. ഇതൊക്കെ കഴിക്കാൻ പാടും. ഡോക്ടർ കണ്ടില്ല, ചാറ്റ് GPT പറഞ്ഞു ഇതേ കഴിക്കാൻ പാടും. നമുക്ക് ഡോക്ടർ, അതായത് നമ്മൾ വിചാരിക്കുന്ന പൊസിഷൻ, ഹൈ പോസ്റ്റിലേക്കുന്ന ഡോക്ടർ പറയുന്നതിന്റെ അപ്പുറത്ത് പറഞ്ഞു തരാനുള്ള ഈ ചെറിയ സാധനം നമ്മുടെ കയ്യിൽ ഇരിപ്പുണ്ടെന്നേ. എന്നിട്ട് നമ്മൾ ഇപ്പോഴും നോളേജ് തള്ളിക്കയറ്റിക്കൊണ്ടിരിക്കുക. പക്ഷെ സെയിൽസ് എന്ന് പറയുന്നത് നോളേജ് അല്ല, ഇറ്റ്സ് എ സ്കിൽ. ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് കാശ് വീഴണോ? അതാണ് സ്കിൽ. ഞാനൊരു കാര്യം പറയട്ടെ, രാമേന്ദ്രേട്ടൻ അവിടെ എന്താ പറയാ, ഘോരഘോരം സംസാരിക്കുന്നു ആസിയാൻ കരാറിനെ കുറിച്ചും ആഗോളവൽക്കരണത്തിനെ കുറിച്ചും ഉദാരവൽക്കരണത്തിനെ കുറിച്ചൊക്കെ ഘോരഘോരം സംസാരിക്കുമ്പോൾ രാമേന്ദ്രേട്ടൻ പറഞ്ഞ ആൾക്കാർ കൈയടിക്കും. എന്താ നോളേജ്! രാമേന്ദ്രേട്ടൻ ഉണ്ടല്ലോ, സെറ്റാണ്. അയാൾ MLA ആക്കണം, അടുത്ത MLA ആക്കണം എന്ന് പറയും. എന്ത് കാര്യം? പറച്ചിൽ മാത്രമേ ഉള്ളൂ, അത് വേറെ കാര്യം. നിന്ന് കഴിഞ്ഞാൽ വോട്ട് ചെയ്ത് തോൽപ്പിക്കുകയും ചെയ്യും നാട്ടുകാരനെ.
അവൻ അങ്ങനെ വളരണ്ടെന്ന് പറയും. പക്ഷേ രാമേന്ദ്രേട്ടൻ അതുകൊണ്ട് എന്ത് വരുമാനം? ഈ ആസിയാൻ കരാറിനെ കുറിച്ചും ആഗോളവൽക്കരണത്തിനെ കുറിച്ച് സംസാരിച്ചിട്ട് പോക്കറ്റിൽ അപ്പൊ അപ്പുറത്തിരിക്കുന്നുണ്ട് ഭാര്യ, കമ്പനിയുടെ ഓണർ. കാശ് എവിടെയെന്നാ ചോദിക്കുക. ചെലവിന് കാശ് വേണം, വേണ്ടേ? അതിനെന്താ ചെയ്യാൻ പറ്റുക? അതിനൊറ്റ കാര്യം ചെയ്യാൻ പറ്റുള്ളൂ, സെയിൽസ് ചെയ്യണം. കമ്പനിയുടെ സെയിൽ ചെയ്യണം. സോഡ വെക്കണം. സോഡ വെക്കണമെങ്കിൽ സെയിൽസ് അറിയണം. അപ്പോ ജനറലായിട്ട് കുറെ കാര്യങ്ങളെ കുറിച്ച് മനസ്സിലാക്കി വെക്കുന്നതല്ല നമ്മൾ വലിയ ആളാവണമെന്നതിന്റെ തെളിവ്. ജനറലായിട്ട് കുറെ കാര്യങ്ങൾ മനസ്സിലാക്കി വെച്ചിട്ട് ജനറലായിട്ട് കുറെ കാര്യങ്ങൾ നമുക്കുള്ളിലേക്ക് കടത്തി വിടുന്നതല്ല ഒരാളുടെ കഴിവ്. അവൻ ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോ, ഉണർന്നുകൊണ്ടിരിക്കുമ്പോ, രാവിലെ തൊട്ട് വൈകുന്നേരം തൊട്ട് രാവിലെ വരെ 24x7 24x7 സമയത്തും അക്കൗണ്ടിലേക്ക് കാശ് വീഴാനുള്ള ഒരു സ്കില്ല്, ഒരു കാര്യം പഠിച്ചെടുക്കുക എന്നുള്ളതിലാണ് നോളേജ് എന്ന് പറയേണ്ടത്. അതിനെയാണ് നമ്മൾ സ്പെസിഫൈഡ് നോളേജ് എന്ന് പറയുന്നത്. പലർക്കും ഉള്ളത് എന്താണ്? ജനറൽ നോളേജ് ഉണ്ടാവും. എന്തിനെക്കുറിച്ചും ഏതിനെക്കുറിച്ചും എപ്പോഴും സംസാരിക്കാൻ കഴിവുള്ള ആൾക്കാരായിരിക്കും. ഒരു കാര്യമില്ല. എന്തെങ്കിലും കാര്യമുണ്ടോ? എന്തെങ്കിലും കാര്യമുണ്ടോ? മറിച്ച് അതിനെ സ്കില്ലാക്കി മാറ്റിയിട്ട് നമുക്ക് വരുമാനമുണ്ടാക്കാൻ ഉറങ്ങുമ്പോ, ഊണ് കഴിക്കുമ്പോ, റെസ്റ്റ് എടുക്കുമ്പോ, പണിയെടുക്കുമ്പോ, പണിയെടുക്കാത്തപ്പോ, എന്തായിക്കോട്ടെ, നിങ്ങൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നുള്ളത് വിഷയമല്ല, അക്കൗണ്ടിലേക്ക് കാശ് വീഴണം. അങ്ങനെ ഒരു നോളേജാണ് നിങ്ങൾ ഡെവലപ്പ് ചെയ്യേണ്ടത്. അതിനെയാണ് നിങ്ങൾ സ്പെസിഫൈഡ് നോളേജ് എന്ന് പറയുക. ലോകത്തിലെ ഏറ്റവും വലിയ സ്പെസിഫൈഡ് നോളേജ് എന്ന് പറയുന്ന കാര്യം എന്താണെന്നറിയോ നിങ്ങൾക്ക്? അത് സെയിൽസ് ആണ്. ഏറ്റവും കൂടുതൽ വരുമാനം ഉണ്ടാക്കുന്ന സ്പെസിഫൈഡ് നോളേജ്. നമ്മളെ പക്ഷെ അതൊന്നല്ല പഠിപ്പിച്ചിരിക്കുന്നത്. ഡോക്ടർ ആയി കഴിഞ്ഞാൽ ഒരുപാട് കാശുണ്ടാവും, എഞ്ചിനീയർ ആയി കഴിഞ്ഞാൽ ഒരുപാട് കാശുണ്ടാവും, പൈലറ്റ് ആയി കഴിഞ്ഞാൽ ഒരുപാട് കാശുണ്ടാവും, മറൈൻ എഞ്ചിനീയർ ആയി കഴിഞ്ഞാൽ ഒരുപാട് കാശുണ്ടാവും. കട്ടപ്പണിയാ ആണോ? ഷാജി ബ്രോയുടെ വീടിന്റെ ബെഡിൽ ഇങ്ങനെ തലയിണയിൽ ഇങ്ങനെ കൈയും വെച്ചിട്ട് കിടന്നിട്ട് അക്കൗണ്ടിൽ ഇങ്ങനെ മെസ്സേജ് ഇങ്ങനെ വരും, അല്ലേ? കാശ് വരും. നാട്ടിൽ 2-3 ആൾക്കാരെ കണ്ടു കഴിഞ്ഞാൽ കാശ് വരും. അതേ സമയത്ത് ഒരു മറൈൻ എഞ്ചിനീയർ കടലിന്റെ ഒത്ത നടുക്കില് കപ്പലിനോടും കടലിനോടും കാലാവസ്ഥയോടും പോരാടിക്കൊണ്ടിരിക്കുകയായിരിക്കും. പൈലറ്റ് സ്വന്തം ജീവിതം കയ്യിൽ വെച്ചിട്ടാ ഓടിക്കൊണ്ടിരിക്കണേ. എവിടെ? ഫ്ലൈറ്റില്. ഒന്ന് പാളിയുണ്ടല്ലോ, ഒന്ന് വലത്തോട്ടോ ഒന്ന് ഇടത്തോട്ടോ. പാളിയ 50 കിലോമീറ്റർ 5 മിനിറ്റ് കൊണ്ട് താഴെത്തും, ഇല്ലേ? സെയിൽസിന് അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടോ? നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് ഇരുന്നിട്ട് നിങ്ങൾക്ക് സെയിൽ ചെയ്യാം. വിജയേട്ടനെ കണ്ണൂർ ഇരുന്നിട്ട് എറണാകുളത്ത് ഒരാളെ ക്ലോസ് ചെയ്യാം. ബുദ്ധിമുട്ടുണ്ടോ? ആലോചിച്ചിട്ടുണ്ട് അത്? ഷാജി ബ്രോ, നമ്മുടെ കോമൺ ആയിട്ടുള്ള സുഹൃത്ത്, അങ്ങ് ഓസ്ട്രേലിയയിൽ എന്തൊക്കെ പണികൾ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് അവിടെ. അവൻ ഉണ്ടാക്കണ കാശ് ഷാജി ബ്രോയ്ക്ക് എത്ര ദിവസം വേണം അത് ഉണ്ടാക്കാൻ? അവൻ ഒരു മാസം ഉണ്ടാക്കുന്ന കാശ് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ എത്ര പൈസ വേണം? എത്ര സമയം വേണം? 2, 3 പോരെ? ചില സമയത്ത് അതൊന്നും പോരാ. പുള്ളി ഭയങ്കര ഹെവിയാ. എന്ത്? അവിടെ ബിസിനസ് ചെയ്യുന്ന കാര്യത്തിലേ. അല്ല, ഞാൻ പറയുന്നത് അവിടെ ഉണ്ടാക്കുന്ന, ഒരു മാസം ഉണ്ടാക്കുന്ന അവന്റെ ഇപ്പൊ ശമ്പളം, നമ്മുടെ ഓസ്ട്രേലിയക്കാരന്റെ, അവിടെ ഉണ്ടാക്കുന്ന കാശ് നമ്മൾ ഇവിടെ ഇരുന്നിട്ട് എത്ര ദിവസം കൊണ്ട് ഉണ്ടാക്കുന്നതെന്ന്? മേ ബി 4 ലക്ഷം രൂപ ഒരു ദിവസം കൊണ്ട് ഉണ്ടാക്കാം. ഒരു ദിവസം കൊണ്ട് ഉണ്ടാക്കാം. എന്നിട്ട് നമ്മുടെ നാട്ടിൽ നിന്ന് എത്ര പേരാണ് ഓവർസീസ് രാജ്യങ്ങളിലേക്ക്, പുറത്തെ രാജ്യങ്ങളിലേക്ക് പലായനം ചെയ്തുകൊണ്ടിരിക്കുന്നത്? എന്താ കാരണം എന്നറിയോ? അവർക്ക് സെയിൽസ് അറിയില്ല. എന്റെ ഏറ്റവും വലിയ ലക്ഷ്യം അതാണ്. എന്താ അറിയോ? ഈ നാട്ടിലെ ആളുകളെ മുഴുവൻ സെയിൽസ് പഠിപ്പിക്കുക, അവരെ കച്ചവടക്കാരാക്കുക. ഈ നാടിന്റെ ഗ്രോത്ത് സാധിക്കുമോ? സാധിക്കണം. സെയിൽസിന് നമ്മുടെ നാട്ടിൽ ഏറ്റവും, സെയിൽസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മറ്റേ ആരോഗ്യപരമായിട്ടുള്ള ഹാർഡ് വർക്കിംഗ് എന്തെങ്കിലും ഉണ്ടോ? എന്റെ ചോദ്യമാണ്. ഏറ്റവും വൃത്തിയിലും വെടിപ്പിലും ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് സെയിൽസ്. സെയിൽസ് എക്സിക്യൂട്ടീവ് എന്ന് കേൾക്കുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താ? നല്ല കോട്ട് ഇട്ടിട്ട്, അല്ലെങ്കിൽ നല്ല ഷർട്ട്, നല്ല പാന്റ്, നല്ല ഡീസന്റ് ആയിട്ട് വസ്ത്രം ധരിച്ച് ചെയ്യുന്ന ജോലിയാണ് സെയിൽസ്. ആണോ?
നിങ്ങളൊരു പൈലറ്റിന്റെ ജോലി എടുക്കുകയാണെങ്കിൽ സംഭവം ഡ്രസ്സ് മാത്രമേ ഉണ്ടാവുള്ളൂ, ആള് വേർത്തൊഴുകും, തല ഇങ്ങനെ പ്രാന്ത് പിടിക്കും, ഒന്ന് ഈ പറഞ്ഞ പോലെ പാളും. ഡോക്ടറുടെ ജോലി സംഭവം ഡ്രസ്സൊക്കെ നല്ല ഡ്രസ്സായിരിക്കും, പക്ഷെ ഒന്ന് ഹൃദയമിട്ടിപ്പ് ഒന്ന് കൗണ്ട് ചെയ്യാൻ കുറഞ്ഞു കഴിഞ്ഞാൽ തീർന്നു. ശരിയല്ലേ? മിഷൻ ഒന്ന് കഴിഞ്ഞ ദിവസം ഞാൻ ECG എടുക്കാൻ പോയപ്പോ അവിടെ ECG എടുക്കുന്ന കുട്ടി എന്താ പറയാ, ECGക്ക് എല്ലാ സാധനങ്ങളും വെച്ചു, എന്നെ അവിടെ അങ്ങനെ കടത്തി, ഞാൻ നീണ്ടു നിവർന്ന് കടന്നു, കുപ്പായ കൂരിട്ടിട്ട് അങ്ങനെ കിടന്നു ECG എടുക്കാൻ വേണ്ടിട്ട്. കുട്ടി കിടന്നിട്ട് ഇങ്ങനെ തല ഇങ്ങനെ ടെൻഷൻ അടിക്കുക. എനിക്ക് ടെൻഷനായി ഇത് കണ്ടിട്ട്. എന്റെ ദൈവമേ, എന്റെ ഹൃദയത്തെ നിലച്ചു പോയോ എന്ന്. കുട്ടി പുറത്തേക്ക് ഓടുന്നു, പുറത്തേക്ക് ഓടിയിട്ട് അവിടെ ഇവിടേക്ക് ഒരാളെ വിളിച്ചു കൊണ്ടുവരുന്നു, അയാൾ വന്നിട്ട് സാധനങ്ങൾ വെക്കുന്നു. സംഭവം എന്താ അറിയോ, ഇതിലിങ്ങനെ ഒട്ടിക്കേണ്ട സാധനമല്ലേ ഒരു സാധനം, ഇത് എന്റെ രോമത്തിൽ പെട്ടിട്ട് ഒട്ടിയിട്ടുണ്ടായിരുന്നില്ല നേരാവണ്ണം. ഞാൻ തന്നെ അത് ഒട്ടിച്ചു കൊടുത്തു. അപ്പൊ ശരിയായി. അപ്പൊ അവര് പറയാ അത് ഒട്ടിയിട്ടുണ്ടായിരുന്നില്ല സാറേ, അതായത് എനിക്കറിയാം. അപ്പൊ എന്താ വെച്ച് കഴിഞ്ഞാല് ബീറ്റിൽ വ്യത്യാസം വന്നതാണ്. വെറുതെ മനുഷ്യനെ ഒരു 2 മിനിറ്റ് പേടിപ്പിച്ചു. എന്റെ ഹാർട്ടിന്റെ ബീറ്റൊക്കെ ഒന്ന് കൂടി നല്ലോണം. ഒന്നാമത് മറ്റുള്ളതൊക്കെ പട കൂടി കിടക്കായിരുന്നു. ലാബ് റിപ്പോർട്ട് കണ്ടിട്ട് മനുഷ്യന്റെ കിളി മാറി കിടക്കുക. അതിന്റെ മുന്നേ എന്റെ സ്വന്തം കസിന്റെ മറ്റേ ഹാർട്ട് അറ്റാക്ക് കണ്ടിട്ടാണ് ഞാൻ പോണത് നാട്ടിലേക്ക്. വളരെ എന്നെക്കാട്ട് ഒരു 3-4 വയസ്സ് മേലെ മാത്രമേ ഉള്ളൂ അദ്ദേഹത്തിന്റെ അവന്റെ ഹാർട്ട് അറ്റാക്ക് കണ്ടിട്ടാണ് ഞാൻ പോണത്. ഒരൊറ്റ മിഷൻ, ഒരു സാധനം എത്ര ഉണ്ടാവുള്ളൂ. ആ സാധനം ഹെഡ്സെറ്റിന്റെ പോലെ ഒരു സാധനം ഇവിടെ കൃത്യമായിട്ട് വെക്കാതിരുന്നിട്ടാണ് എന്നെയും കൂടി ടെൻഷൻ അടിപ്പിച്ചത്. അത്രേ ഉള്ളൂ ഡോക്ടറെ പണി. സെയിൽസ് അങ്ങനെയാണോ? എവിടെയെങ്കിലും പാളിന്ന് കണ്ടു കഴിഞ്ഞാൽ പിന്നെ അടുത്ത ഡയലോഗ്. ശരിയല്ലേ? ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കുക സെയിൽസ്. ഞാനിതെന്താ പറയുക, ഇതിന്റെ ബെനിഫിറ്റ്, ഇതിന്റെ അഡ്വാൻറ്റേജ് പലർക്കും അറിയില്ല. ഞാൻ ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരോടും ചോദിക്കാം, നിങ്ങൾക്ക് 1 ലക്ഷം രൂപ ഉണ്ടാക്കാൻ നിങ്ങൾക്ക് എത്ര ദിവസം വേണം? 1 ലക്ഷം രൂപ ഉണ്ടാക്കാൻ നിങ്ങൾക്ക് എത്ര ദിവസം വേണം? പറയും. ബിസിനസ്സുകാരായ ആളുകളോടാണ് ഞാൻ ചോദിക്കുന്നത്. എത്ര ദിവസം? 1 വീക്ക്. അതാരാ പറഞ്ഞു 1 വീക്ക്? കേട്ടില്ല. അഷ്റഫ് ഖാൻ. ഓക്കെ, ഒരാഴ്ച. സുരേഷ് ഏട്ടാ, 1 ലക്ഷം ഉണ്ടാക്കാൻ എത്ര ദിവസം വേണം? ഒരു മാസം. 1 ലക്ഷം രൂപ ഉണ്ടാക്കാൻ 1 മാസം. വിജയേട്ടാ, 1 ലക്ഷം ഉണ്ടാക്കാൻ എത്ര ദിവസം വേണം? ഇപ്പൊ എനിക്ക് പറയാൻ ബുദ്ധിമുട്ടാണ്. അതെന്താ നമുക്ക് പറയാൻ ബുദ്ധിമുട്ട്? പറഞ്ഞിട്ട് പോയാൽ മതി. അത്ര വലിയ ബുദ്ധിമുട്ട് ഞാൻ ആ ഒരു രീതിയിൽ ഇപ്പം ബിസിനസ് ചെയ്യുന്നില്ല. ഞാൻ ചോദിക്കുന്നത്, മനുഷ്യങ്ങൾ കാശ് ഉണ്ടാക്കുന്നുണ്ടോ ഡെയിലി? സാധാരണ നിങ്ങൾ എത്ര മിനിറ്റ്, എത്ര സമയം കൊണ്ട് ഉണ്ടാക്കാറുണ്ട്? 1 മാസം കൂടുതൽ വേണം. 1 മാസത്തിൽ കൂടുതൽ വേണം. ഹരിദാസ് ഏട്ടാ, എത്ര സമയം വേണം? ആ 1 മാസം വേണ്ടി വരും. 1 മാസം വേണ്ടി വരും. സിന്ധുലതയ്ക്ക് എത്ര മാസം വേണം? സിന്ധുലത ബിസിനസ് കിട്ടുകയാണെങ്കിൽ 1 ലക്ഷം ഉണ്ടാക്കാൻ ഇപ്പോഴത്തെ കണ്ടീഷനിൽ എത്ര സമയം വേണം? അതാ ചോദ്യം. എനിക്ക് 6 മാസം വേണ്ടി വരും. 6 മാസം. രാമേന്ദ്രേട്ടൻ എത്ര സമയം വേണ്ടി വരും? വരുമാനമാണോ വിറ്റുവരവാണോ ഒരു സംശയം. 1 ലക്ഷം രൂപ ഉണ്ടാക്കാൻ നിങ്ങൾ ഇനി വിറ്റ് വരവ്, ടേൺ ഓവർ, മറ്റേത് മറിച്ചതെന്നല്ല. 1 ലക്ഷം രൂപ ഉണ്ടാക്കാൻ 15 ദിവസം. 15 ദിവസം. വിപിനെ, എത്ര ദിവസം? ഞാൻ ഇതുവരെ 1 മാസം കൊണ്ട് 68,000 രൂപ ഉണ്ടാക്കിയിട്ടുള്ളൂ. അതുകൊണ്ട് 1 ലക്ഷം ആയിട്ടില്ല. 40 ദിവസം മതിയാവും. 40 ദിവസം വേണ്ടി വരും. മിഥിലാജ്, എത്ര വേണ്ടി വരും 1 ലക്ഷം രൂപ ഉണ്ടാക്കാൻ? 1 മിനിറ്റ് അൺമ്യൂട്ട് ചെയ്യട്ടെ. പറയും. എനിക്കൊരു 9 ദിവസം മതി. 9 ദിവസം വേണ്ടി വരും. ഇനി ആരാളുടെ ഇവിടെ? സാറേ ഞാൻ പറയാം, ഒരു 2 മാസമെങ്കിലും വേണ്ടി വരും. ഇൻഡസ്ട്രി 2 മാസമെങ്കിലും വേണ്ടി വരും. 2 മാസം വേണ്ടി വരും. നിഷ സദാശിവം പറയും. എനിക്ക് 1 ദിവസം മതി. 1 ദിവസം. ശരി. പിന്നെ ആഷ്ലി അശോകൻ പറയും. അൺമ്യൂട്ട് അൺമ്യൂട്ട് ചെയ്തു. പറയും. കറക്റ്റ് ലീഡ്സ് ഒക്കെ ആണെങ്കിൽ 2-3 ഡേയ്സ് മതി. കറക്റ്റ് ലീഡ്സ് ഒക്കെ ആണെങ്കിൽ 2-3 ഡേയ്സ് വേണം 1 ലക്ഷം രൂപ ഉണ്ടാക്കാൻ. രാജേഷ് ഭായ്, 1 ലക്ഷം രൂപ ഉണ്ടാക്കാൻ
ഇതുവരെ സാർ അവരോടൊരു ചോദ്യം ചോദിച്ചിട്ട് നമ്മ കേട്ടിട്ടില്ല. ചോദ്യം ചോദിച്ചിട്ടോ? ഇന്നലെയും കൂടി പുള്ളിക്കാരിക്ക് ഞാൻ കാരണം ഒരു കച്ചവടം കിട്ടിയിട്ടുള്ളൂ. അത് ഞാൻ ഇവിടെ അറിയുന്നുണ്ട്. നമ്മൾ അവരെ സൗണ്ട് കേൾക്കുന്ന ആദ്യമായിട്ടാ. ഞാൻ ചോദ്യം ചോദിച്ചിട്ട് പോലെ മറുപടി പറഞ്ഞിട്ട് അവര് ഇല്ലേ? അന്ന് ശരിയാക്കി തരാം. രാജേഷ് ഭായി യാത്രയിലാണ്, അതുകൊണ്ടാണ്. കുഴപ്പമില്ല, പറയൂ. നമുക്ക് സീസണലി ആണെങ്കിൽ ഒരു ദിവസം മതിയാവും. ഒരു വൺ ഡേ തന്നെ കിട്ടും. വൺ ഡേയിൽ 1 ലക്ഷം രൂപ ഉണ്ടാക്കാം. അത് വർക്കിനനുസരിച്ചിട്ടോ. ആയിക്കോട്ടെ. ഞാൻ ചോദിക്കുന്ന 1 ലക്ഷം. നമ്മൾ ബാക്കിയൊന്നും പറയുന്നില്ല, ബാക്കി ഡിമാൻഡ്സുകളൊന്നും പറയുന്നില്ല. നവീൻ ഭായ് ഉണ്ടോ അവിടെ? ഉണ്ട്. ഞാനിങ്ങനെ ആലോചിച്ചോണ്ടിരിക്കുക, എത്ര സമയം വേണം, എത്ര ദിവസം വേണം, എത്ര വേണം? എനിക്ക് ഒരു ദിവസം മതിയാവും. 1 ദിവസം മതിയാവും. ഓക്കെ. ഇനി ആർക്കെങ്കിലും ഇവിടെ അത് ചെയ്തിട്ട് പറയാനുണ്ടോ? രമേശ് ഭായ്. എനിബഡി? ജീവൻ സാറേ? സാർ പറയൂ. 1 ലക്ഷം രൂപ ഉണ്ടാക്കാൻ എത്ര ദിവസം വേണം? കറക്റ്റ് ലീഡ്സ് ഉണ്ടെങ്കിൽ 1 ദിവസം മതി. കറക്റ്റ് ലീഡ്സ് ഉണ്ടെങ്കിൽ 1 ദിവസം മതി. പിന്നെ ആരാ? പ്രകാശ് പി പിറവം. എല്ലാരും ശബ്ദം ഒന്ന് ഞാൻ കേൾക്കട്ടെ, അതിന് വേണ്ടിയിട്ടാണ്. 1 ലക്ഷം രൂപ ഉണ്ടാക്കാൻ എത്ര ദിവസം? മുഹമ്മദ് മഹബൂബ്. 1 ലക്ഷം രൂപ ഉണ്ടാക്കാൻ എത്ര ദിവസം? എന്നോടാണോ? യെസ്. ഇതൊരു 8-9 മതി. 8-9 ദിവസം. അതെ. അല്ല, മിഥിലാജിനോടല്ല ഞാൻ ചോദിച്ചത്. മഹബൂബ്. അനുവിജയൻ എത്ര ദിവസം? 6 months. 3 മാസം. ഷഫീഖ് AT എത്ര സമയം? പറയൂ ഷഫീഖ്. അൺമ്യൂട്ട് ആയി, പക്ഷെ സൗണ്ട് വരുന്നില്ല. 6 months. 6 months. ഈ 68, 25, 28 ആരാ? ഞാനാണ് സാറേ. പേര് പറയണം. റാഫി. ആ പേര് മാറ്റണം കേട്ടോ നാളെ തൊട്ടിട്ട്. ശരി. എത്ര സമയം 1 ലക്ഷം രൂപ ഉണ്ടാക്കാൻ? ഒരു 1 day മതി സാറേ. 1 day. ശരി. എനിക്ക് രമേശ് ചന്ദ്രനോട് ചോദിച്ചാ. രമേശ് ചന്ദ്രൻ അൺമ്യൂട്ട് ചെയ്തില്ല. രമേശ് ചന്ദ്രനോട് ഞാൻ ചോദിച്ചു, രമേശ് ചന്ദ്രൻ പറഞ്ഞില്ല. ഉമ എന്റെ ചോദ്യം ഇത്രേ ഉള്ളൂ. 1 ദിവസം, 2 ദിവസം, 9 ദിവസം, 6 മാസം, 3 മാസം, 2 മാസം, എന്നിട്ട് ഇതൊക്കെ എന്താ ഉണ്ടാക്കാത്തെ? ഇനി എനിക്ക് എത്ര സമയം വേണം എന്നുള്ള ചോദ്യം ഉണ്ടാവും ഇവിടെ അല്ലെ? എല്ലാരും വെച്ചില്ലേ? ഉമ പറയൂ. സാറേ എനിക്കൊരു 2-3 മാസമൊക്കെ വേണം. 1 ലക്ഷം ഉറുപ്പിക ഉണ്ടാക്കാനോ? ഞാൻ വരുന്നുണ്ട് തൊടുപുഴയ്ക്ക്. ഇതിനുള്ള ഉത്തരം ഞാൻ തരാം, നേരിട്ട് തരാം. ഓക്കെ. പറയൂ. നിഷയ്ക്ക് അറിയണ്ടാവും എത്ര സമയം വേണ്ടി വരും എനിക്ക് 1 ലക്ഷം രൂപ ഉണ്ടാക്കാൻ? 1 മണിക്കൂർ. മണിക്കൂർ വേണ്ട, 25 മിനിറ്റ്. 20 മിനിറ്റ്, 25 മിനിറ്റ്. 1 ലക്ഷം രൂപ ഉണ്ടാക്കാം. ഈ 1 ലക്ഷം രൂപ എന്നൊക്കെ പറയുന്നത് സിന്ധുലത 1 ലക്ഷം രൂപ എന്നൊക്കെ കഴിയുമ്പോൾ അങ്ങനെ കണ്ണിങ്ങനെ അങ്ങനെ തുറക്കും. അതൊന്നും വലിയൊരു എമൗണ്ട് അല്ലപ്പാ. എനിക്കുള്ള കോൺഫിഡൻസ് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഒരാൾ എൻ്റെ അടുത്ത് സംസാരിച്ചാൽ ഞാൻ പിച്ച് ചെയ്ത് കഴിഞ്ഞാൽ കൃത്യമായിട്ട് ഞാൻ പൈസ ഉണ്ടാക്കും ചെയ്യും. അവൻ എന്താണോ വേണ്ടത് അത് ഞാൻ കൃത്യമായിട്ട് കൊടുക്കാൻ ശ്രമിക്കുകയും ചെയ്യും. അത് 500 രൂപയുടെ ട്രെയിനിങ് മുതൽ 50,000 രൂപയുടെ ട്രെയിനിങ് വരെ എൻ്റെ അടുത്തുണ്ട്. അത് ഞാൻ കൊടുക്കും. അത് ഏതാണോ പറ്റുന്നത് അവനോട് ചോദിച്ചിട്ട് ഇന്ന കാര്യങ്ങളുണ്ട് എന്ന് പറഞ്ഞ് ഞാൻ പിച്ച് ചെയ്യും. അതിൽ ഞാൻ സെയിൽസിന്റെ എല്ലാ തന്ത്രങ്ങളും ഞാൻ പറ്റും. അതിൽ പിച്ചിങ് ഉണ്ട്, അവരോട് പ്രസന്റേഷൻ ഉണ്ട്, അവരോട് സംസാരിക്കുന്ന അവനെ കേൾക്കുന്ന ലിസണിങ് ഉണ്ട്, അവന്റെ സെയിൽസ് ഒബ്ജക്ഷൻസിനെ കവർ ചെയ്യലുണ്ട്, അവന് കൊടുക്കുന്ന ഫോളോ അപ്സുകളുണ്ട്. ഇതിന്റെ ഒക്കെ അപ്പുറത്ത് ഞാൻ ചെയ്യുന്ന ഏറ്റവും വലിയ കാര്യം എന്ന് ഞാൻ വിശ്വസിക്കുന്നത്, ഐ വിൽ മേക്ക് ട്രസ്റ്റ്. ഞാൻ വിശ്വാസം ഉണ്ടാക്കും.
അതാണ് എൻ്റെ ജോലി. ആസ് എ സെയിൽസ് പേഴ്സൺ എൻ്റെ ജോലി വിശ്വാസം ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്, ട്രസ്റ്റ് ക്രിയേറ്റ് ചെയ്യുക. നിങ്ങൾക്ക് വൺസ് ഒരാളെ വിശ്വാസം വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്തു ചെയ്യും? നമ്മുടെ നാട്ടില് ടെലിഫോണിക്കലി സംസാരിച്ചിട്ട്, ഫോണിൽ കൂടെ സംസാരിച്ചിട്ട് ഒളിച്ചോടി പോണ പെൺകുട്ടികളും ആമ്പിള്ളേരും ഉള്ള നാടാണ്. ശരിയാണോ? ഫോണിൽ കൂടെ സംസാരിച്ചിട്ട്, ഇൻസ്റ്റാഗ്രാം ചാറ്റിലൂടെ സംസാരിച്ച് പരിചയപ്പെട്ടിട്ട് ചാടിപ്പോകുന്ന നാടാണ്. വിശ്വാസം വന്നു കഴിഞ്ഞാൽ എന്തും ഏതറ്റം വരെ നമ്മൾ ചെയ്യും, എന്തും ഏതറ്റം വരെയും ചെയ്യും. അങ്ങനെയുള്ള നമ്മള് വിശ്വാസം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് സെയിൽസിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. അതെങ്ങനെ ഉണ്ടാക്കിയെടുക്കണം എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. നല്ല ലീഡ് കിട്ടിയാൽ, നല്ല കസ്റ്റമേഴ്സ് വന്നാൽ എന്നൊക്കെ വാക്കുകൾ നമ്മൾ പ്രയോഗിക്കും അല്ലെ? നല്ല ലീഡ്, നല്ല കസ്റ്റമർ എന്ന് പറയുന്ന ഒരു കസ്റ്റമർ നമ്മുടെ നാട്ടിലില്ല. ഷാജി ബ്രോ എന്ന് പറയുന്ന ആള് ഒരേ സമയം കുറച്ച് പേരോട് നല്ല കസ്റ്റമറും കുറച്ച് പേരോട് മോശം കസ്റ്റമറുമാണ് അല്ലേ ഷാജി ബ്രോ? എല്ലാവരോടും നിങ്ങൾ നല്ല രീതിയിലാണോ കസ്റ്റമറായിട്ട് നിൽക്കുന്നത്? നിങ്ങൾക്ക് വേണ്ട സാധനം കിട്ടുന്നവിടത്തെ എവിടെയാണോ അവിടെയാണ് ഷാജി ബ്രോ പോവുക. ആസ് എ കസ്റ്റമർ. ശരിയാണോ? നിങ്ങളൊരു സൂപ്പർ മാർക്കറ്റിൽ പോയിട്ട് വളരെ വൃത്തിയായിട്ട് ഡീസന്റ് ആയിട്ട് സാധനങ്ങൾ വാങ്ങി വരുന്ന ആളായിരിക്കും ഷാജി ബ്രോ. അപ്പൊ അവിടുത്തെ സൂപ്പർ മാർക്കറ്റിലെ അവിടുത്തെ എക്സിക്യൂട്ടീവ് പറയും, ഓ വാവ്, വെരി നൈസ് പേഴ്സൺ. അതേസമയം തൊടുപുഴ ചന്തയിലേക്കാണ് ഇറങ്ങിക്കഴിഞ്ഞാൽ അവിടെ മൊത്തത്തിൽ അത് പറ്റില്ല, അത് പറയില്ല, ശരിയാവില്ല, ഇങ്ങനെയല്ല, ഇത് എനിക്ക് ഇത്ര കുറച്ചതാ എന്ന് പറയുന്ന ആളായിരിക്കും. അപ്പൊ അവിടുത്തെ മറ്റേ ചന്തയിൽ വിൽക്കാതിരിക്കണ പറയും, എന്ത് ക്രൂരനാണ് ഇയാൾ, ഒരു 10 ഉറുപ്പ്യ കുറയ്ക്കാൻ പറ്റൂലേ ചോദിക്കും. ശരിയല്ലേ? ഇതാണ് നല്ല കസ്റ്റമർ മോശം കസ്റ്റമർ എന്നൊന്നില്ല. പക്ഷെ ഒരു കാര്യമുണ്ട്, നല്ല നിലവാരം അല്ലെങ്കിൽ നല്ല ട്രസ്റ്റ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത് ഒരു ബിസിനസ്സുകാരന്റെ മോട്ടോ ആയിട്ട് മാറണം. കഴിഞ്ഞ ദിവസം എന്നോട് രാമേന്ദ്രേട്ടൻ ഒരു മെസ്സേജ് അയച്ചു. ഞാൻ അതിനെപ്പറ്റി ഒന്നും മിണ്ടിയില്ല. രാമേന്ദ്രേട്ടൻ ഇപ്പൊ റിപ്ലൈ വേണ്ടെന്ന് പറഞ്ഞാൽ ഇതുവരെ ഞാൻ റിപ്ലൈ കൊടുത്തിട്ടില്ല. രാമേന്ദ്രേട്ടൻ പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യം എന്താ വെച്ച് കഴിഞ്ഞാല്, പൊതുപ്രവർത്തനം എന്ന് പറയുന്നത് ബിസിനസ്സിന് കൂടി എനിക്ക് ഉപകാരപ്പെടുന്നുണ്ടെന്നുള്ളതാണ്. ശരിയാ, അതല്ലേ രാമേന്ദ്രേട്ട പറഞ്ഞത്? രാമേന്ദ്രേട്ട, അതിനെയാണ് നമ്മൾ ട്രസ്റ്റ് ക്രിയേഷൻ എന്ന് പറയുന്നത്. അത് ഭയങ്കരമായിട്ട് ഉപകാരപ്പെടുന്നു. യെസ്, അതിനെയാണ് ട്രസ്റ്റ് ക്രിയേഷൻ എന്ന് പറയുക. താങ്കളുടെ പൊതുപ്രവർത്തനം കൊണ്ട് താങ്കൾക്കുണ്ടാവുന്ന ഏറ്റവും വലിയ നേട്ടം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, താങ്കൾ ഒരു വളരെ ഡീസന്റ് ആയിട്ടുള്ള മനുഷ്യനാണെന്നുള്ളത് ജനങ്ങൾക്ക് ബോധ്യപ്പെടും. വളരെ നല്ല രീതിയിൽ കാര്യങ്ങൾ നടത്തുന്ന ഒരു മനുഷ്യനാണ്. ഹീസ് ഡീലിംഗ് എ ജെന്യൂൻ പേഴ്സൺ, ഹീസ് ഡീലിംഗ് എ ജെന്യൂൻ തിങ് എന്നുള്ളത് മനസ്സിലാവും. അതുകൊണ്ട് ആളുകൾ വിശ്വാസം എടുക്കും. സെയിൽസിൽ നിങ്ങൾ പഠിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, സെയിൽസ് ചെയ്യാൻ നിങ്ങൾ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതാണ്. എന്ത്? ട്രസ്റ്റ് ക്രിയേറ്റ് ചെയ്യുക. ഇത് പലരും ശ്രമിക്കാറില്ല. നമ്മുടെ പ്രോഡക്റ്റിനെ കുറിച്ച് അങ്ങ് പറഞ്ഞു വെക്കും, എന്നിട്ട് പോവും. അല്ല, ഞാൻ ഉറപ്പിച്ച് പറയുന്നു. ഞാൻ ഇപ്പൊ ഇന്നലെ സംസാരിച്ചാൽ റാഫി ലൈലുണ്ടാ? റാഫിയോടല്ല ഇന്നലെ നമ്മൾ സംസാരിച്ച കൊല്ലം? റിസ അല്ലേ? ശരി റാഫി, നമ്മൾ തമ്മിൽ ഇന്നലെ ആദ്യമായിട്ടാ സംസാരിക്കുന്നത്. എന്ത് തോന്നി എന്നോട് സംസാരിച്ചപ്പോ? സംസാരിച്ചപ്പോഴോ നമുക്കൊരു കോൺഫിഡൻസ്, നമുക്ക് നല്ലൊരു നമുക്ക് ഞാൻ 2 ദിവസം സാറിന്റെ ക്ലാസ് കേട്ടോളൂ. ക്ലാസ് കേട്ടപ്പോഴത്തേക്ക് നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ സാറിന് കിട്ടുമെന്നുള്ളൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. അപ്പൊ ഇന്നലെ അവിടെ വിളിച്ച് സംസാരിച്ചപ്പോഴത്തേക്ക് അത് കുറച്ചുകൂടെ നമുക്കൊരു ബൂസ്റ്റപ്പ് ആയിരുന്നു. അതാണ് ഏറ്റവും വലിയ. സാധാരണ നമ്മൾ അറ്റൻഡ് ചെയ്യുമ്പോൾ നമുക്കൊരു ടെലികോളറൊക്കെയാണ് സാധാരണ അറ്റൻഡ് ചെയ്യുന്നത്. ഞാൻ ഒരുപാട് ഇത് നോക്കുന്നതാ, സെർച്ച് ചെയ്യുന്നതാ. ഇന്നലെ സാറ് തന്നെ ഡയറക്റ്റ് നമ്മൾ സംസാരിച്ചപ്പോഴും മെസ്സേജ് ഇട്ടപ്പോഴും തന്നെ നമുക്ക് കറക്റ്റ് ആയിട്ട് ഒരാളെ കിട്ടിയെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അത് കറക്റ്റ് ആവുകയും ചെയ്തിരുന്നു ആയിരിക്കും. ബാക്കിയുള്ള ക്ലാസ് അറ്റൻഡ് ചെയ്യുമ്പോൾ അറിയാൻ പറ്റും. നിങ്ങൾക്കൊരു കാര്യം അറിയോ, എനിക്ക് ഇതുപോലെ ഞാൻ എന്തുകൊണ്ടാ 100 ലീഡ് വന്നു 3 ദിവസം, 100 ലീഡ്. ഞാൻ അഡ്വർടൈസ്മെന്റ് പോകുന്ന അങ്ങനെയാ. 100 ലീഡ് വന്നു. 100 ലീഡും എന്റെ വാട്സപ്പിലേക്കാണ് ഡയറക്റ്റ് വന്നത്. ഓക്കെ, എന്നോട് സുഷിൻ പറഞ്ഞു, അതെ നമുക്ക് ലീഡ് എടുക്കാം. സുഷിനാണ് എന്റെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചെയ്തത്. അപ്പൊ സുഷിൻ പറഞ്ഞു, നമുക്കൊരു കാര്യം ചെയ്യാം, ലീഡ് എടുക്കാം, എക്സൽ ഷീറ്റിലാക്കിയിട്ട് ഞാൻ തരാം, നിങ്ങൾ വിളിച്ചാൽ മതി. വേണ്ട, നീ എനിക്ക് വാട്സപ്പിലേക്ക് മെസ്സേജ് തന്നാൽ മതി. ലിസ്റ്റ് കിട്ടില്ല, വേണ്ട കുഴപ്പമില്ല, എന്റെ വാട്സപ്പിലേക്ക് വായിക്കും.
എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഓരോ മിനിറ്റിലും. നിങ്ങൾക്ക് ഒരു കാര്യം അറിയോ, കഴിഞ്ഞ 3 ദിവസം ഞാൻ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ടില്ല. അനീഷക്കറിയാം, ഞാൻ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ടില്ല. എനിക്ക് ഡിപ്രഷൻ പിടിച്ചുകൊണ്ടല്ല, ഓരോ നിമിഷവും ഞാൻ എൻ്റെ വാട്സപ്പിലേക്ക് വരുന്ന മെസ്സേജിന് റിപ്ലൈ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഞാൻ. കാരണം എനിക്കറിയാം എന്നെ വിളിക്കുന്നത് ബിസിനസ്സുകാരാണ്, എന്നെ കണക്ട് ചെയ്യുന്ന ബിസിനസ്സുകാരാണ്. ഈ ബിസിനസ്സുകാരാണ് എൻ്റെ കസ്റ്റമർ. എൻ്റെ ഏത് പ്രൊഡക്റ്റിന്റെയും കസ്റ്റമർ ബിസിനസ്സുകാരാണ്. ആ സമയത്ത് എൻ്റെ ഒപ്പം അയിന ഉണ്ട്, മേരി അയിന ഉണ്ട് കൊച്ചിയിൽ, നിഷ ഇരിപ്പുണ്ട്, അല്ലെങ്കിൽ വേറെ ആൾക്കാർ ടെലികോളേഴ്സ് ആയിട്ട് വിളിക്കുന്ന ആൾക്കാരുണ്ട്. ഇവരെ ആരെങ്കിലും വെച്ചിട്ട് എനിക്ക് വേണമെങ്കിൽ സുഖമായിട്ട് നടക്കാം. എന്നിട്ട് ഈ പറയുന്ന ബിസിനസ്സുകാരോട് സാർ ശ്രീജിത്ത് സാർ ഫ്രീ ആവുന്ന സമയത്ത് വിളിക്കാൻ പറയാൻ കേട്ടോ എന്ന് പറഞ്ഞിട്ട് ഒരു ടെലികോളറെ വെക്കാം, ഒരു ബുദ്ധിമുട്ടുമില്ല. അവൻ ബിസിനസ്സുകാരൻ എനിക്ക് മെസ്സേജ് അയക്കും, ഹായ് എന്ന് ചോദിക്കുമ്പോൾ തിരിച്ച് ഞാൻ അയക്കുന്നത് ശ്രീജിത്ത് ഇയർ ഹൗ ആർ യു എന്നാണ് ചോദിക്കുന്നത്. ഞാൻ അവിടെ തന്നെ ട്രസ്റ്റ് ക്രിയേറ്റ് ചെയ്തു. ഞാൻ പറയുന്നതാ എന്നിട്ട് എന്നെ കുറിച്ചിട്ടൊരു ഒരു എൻ്റെ നമ്മുടെ ഗ്രൂപ്പിനെ കുറിച്ചുള്ള ഒരു വിവരണം കൊടുക്കും. അവരുടെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ പറയും. അപ്പൊ അവിടെ ബാക്കി വരുന്ന ചോദ്യങ്ങൾക്ക് ഞാൻ ഉത്തരം കൊടുക്കും. ആൾക്കാർ എന്നെ വിളിക്കും, സാർ ഒന്ന് വിളിച്ചോളൂ സംസാരിക്കാം. ഇന്നലെ എത്ര പേര് എന്നെ വിളിച്ചിട്ടുണ്ട്? ലീനെ വിളിച്ചു, ഷംസീനെ വിളിച്ചു, റാഫി വിളിച്ചു, ഷാജി ബ്രോ വിളിച്ചു. എത്ര പേര് എന്നെ ഇന്നലെ വിളിച്ചിട്ടുണ്ട്? ഞാൻ ഒരാളെ അങ്ങോട്ട് വിളിച്ചിട്ടില്ല. ഇന്നലെ വിളിച്ചു, വൈകുന്നേരം ഇരുന്നിട്ട് കുറച്ച് പേര്, ഹരിദാസ് ഏട്ടനെ പോലെ ആൾക്കാരെ കുറെ ദിവസമായില്ലേ വിളിച്ചിട്ട്, വിളിച്ചു വൈകിട്ട്. പക്ഷെ ഞാൻ ഇരുന്ന് ചെയ്ത കാര്യം എന്താ അറിയോ, ഓരോ ലീഡിലും ഞാൻ ട്രസ്റ്റ് ക്രിയേറ്റ് ചെയ്തു. ഇന്നും ഈ 100 ലീഡ് ഞാൻ വെറുതെ വിടില്ല. അഡ്വർടൈസ്മെന്റ് കഴിഞ്ഞു, ഇന്നലെ വൈകുന്നേരത്തോട് കൂടിയിട്ട് അഡ്വർടൈസ്മെന്റ് കഴിഞ്ഞു. ഇനി ഈ 100 ലീഡിലും ഇന്നത്തെ അടുത്ത 2-3 ദിവസത്തെ പരിപാടി പറയുന്നത് എൻ്റെ ട്രസ്റ്റ് ക്രിയേഷനാണ്, എൻ്റെ വിശ്വാസം ഉണ്ടാക്കലാണ്. ചിലപ്പോ ആ ബിസിനസ്സുകാരന് എന്നെ ആവശ്യമുണ്ടാവും, അങ്ങനെയാണെങ്കിൽ അയാൾ കാശ് തരും. ഓക്കെ, ഇനി അഥവാ പുള്ളിക്ക് എന്നെ ആവശ്യമില്ലെങ്കിൽ ഭാവിയിൽ എന്നെ ആവശ്യം വരും. ശരിയല്ലേ? ഹരിദാസേട്ടൻ, ഞാൻ കഴിഞ്ഞ ദിവസം കാണാം ഹരിദാസേട്ടന്റെ മെസ്സേജിലേക്ക് ഞാൻ എത്ര കാലം മെസ്സേജ് അയച്ചിട്ടുണ്ട് അറിയോ ഹരിദാസേട്ട? ജൂലൈ 21-ാം തീയതിക്ക് മുന്നായിട്ട് ഞാൻ ഒരുപാട് വട്ടം അയച്ചിട്ടുണ്ട്. കാരണം ശ്രദ്ധിച്ചായിരുന്നോ? ഞാൻ എൻ്റെ വാട്സപ്പ് ചെക്ക് ചെയ്തപ്പോഴാണ് കാണുന്നത് ഹരിദാസേട്ടൻ ഏതോ ഒരു ഗ്രൂപ്പിൽ മെമ്പറാണ്. അങ്ങനെയാണ് എൻ്റെ അടുത്ത് ഹരിദാസേട്ടൻ നമ്പർ കിട്ടിയിരിക്കുന്നത്. അതിൽ നമ്മൾ 2 പേരും ഉണ്ട്. അങ്ങനെ ഹരിദാസേട്ടൻ നമ്പർ കിട്ടി, അതിലേക്ക് ഹരിദാസേട്ടൻ നമ്പർ മെസ്സേജ് അയച്ചു. എനിക്ക് തോന്നുന്നു ഒരു 6 മാസത്തോളം ഞാൻ മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഹരിദാസേട്ടൻ കണ്ടിട്ട് പോലുമില്ല, അത് അന്തം വിട്ടിരിക്കണം. ഹരിദാസേട്ടൻ കൃത്യമായിട്ട് കണ്ടത് എപ്പോഴാണ്? ജൂലൈ 21-ന്റെ ഫ്രീ ക്ലാസ്സുകൾ അല്ലേ? കൃത്യമായിട്ട് വന്നു. ആ താങ്കൾക്ക് ആവശ്യമുള്ളപ്പോ എന്നെ കണ്ടു, താങ്കൾ കണക്ട് ചെയ്ത് വന്നു. അങ്ങനെയാണ് അവനവൻ ആവശ്യം. കസ്റ്റമർ അത് ഓട്ടോമാറ്റിക്കലി നമ്മുടെ അടുത്തേക്ക് വരും. നമ്മൾ ഇവിടെ എന്ത് ചെയ്യണം? വി ഹാവ് ടു ക്രിയേറ്റ് ട്രസ്റ്റ്. നമ്മളിവിടെ ഇങ്ങനെയാണ്, നമ്മൾ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ ബോധ്യപ്പെടുത്തണം. ഇതെനിക്ക് പറയാൻ, നിങ്ങളോട് പറയാൻ, ബോധ്യപ്പെടുത്താൻ ഞാനിരുന്ന് ഇതിന്റെ പുറത്ത് പണിയെടുത്തുന്നേ. ഞാൻ കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് ഞാൻ ഇതിന്റെ പുറത്തിരുന്ന് പണിയെടുത്തിട്ടാണ് ഈ ഡയലോഗ് അടിച്ചോണ്ടിരിക്കണേ. എന്താ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഞാൻ ഇങ്ങനെ കൂട്ടിക്കൊണ്ടിരിക്കുക. ഇനി ജനുവരിയിൽ 2025 എന്റെ അടുത്ത ലെവലിലേക്ക് ഞാൻ മാറ്റും, ഉറപ്പ്. വിജയേട്ടൻ പറഞ്ഞ പോലെ കോട്ടൊന്നല്ല വിജയേട്ടൻ, അതിന്റെ അപ്പുറത്തെ സംഭവം ഇടും. വിജയേട്ടൻ ഇപ്പൊ കോട്ടിടുന്ന ആൾക്കാരാണ്, അപ്പുറത്തേക്ക് ഇടും. ഇപ്പൊ ഞാൻ കോട്ടിടുന്ന എന്തിനാ? ആൾക്കാർ ഞാനോ ട്രെയിനറാന്ന് വിചാരിച്ചോട്ടെ. ഇനി നാളെ ഞാൻ ഒരു ട്രൗസർ ഇട്ടിട്ട് വന്നു കഴിഞ്ഞാലും എന്റെ ക്ലാസ് കേൾക്കാൻ വേണ്ടിയിട്ട് ആൾക്കാർ വരുന്ന രീതിയിലേക്ക് എനിക്ക് മാറ്റാൻ സാധിക്കണം. അതിനാ ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കണേ. ദാറ്റ്സ് കോൾഡ് സെയിൽസ്. സെയിൽസ് എന്ന് പറയുന്നത് വെറുതെ വാചകമടിക്കലല്ല എന്നാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മനസ്സിലായോ? നിങ്ങളുടെ പ്രോഡക്റ്റിനെ കുറിച്ച് തള്ളിക്കൊണ്ടിരിക്കണതല്ല, പറഞ്ഞുകൊണ്ടിരിക്കണം. ഈവൻ കസ്റ്റമർക്ക് അഡ്വാൻറ്റേജ് കിട്ടുന്നതിനെ കുറിച്ച് പറയുന്നതുമല്ല സെയിൽസ്. ഇപ്പൊ നമ്മൾ ഇന്നലെ പഠിച്ചത് എന്താ? കസ്റ്റമർക്ക് അഡ്വാൻറ്റേജ് കിട്ടുന്നത് പറയുകയാണ് സെയിൽസ്. അല്ല, അത് മാത്രമല്ല സെയിൽസ്. കണ്ടിന്യൂസ് റിപ്പീറ്റഡ് ഡിസിപ്ലിൻഡ് ആക്ഷൻ. എന്റെ മെന്റർ എനിക്ക് പറഞ്ഞു തന്ന് എന്റെ ഹൃദയത്തിലേക്ക് ഞാൻ മാറ്റിവെച്ച പ്രധാനപ്പെട്ട 2 പോയിന്റിൽ ആദ്യത്തെ പോയിന്റ് അതാണ്. കണ്ടിന്യൂസ് റിപ്പീറ്റഡ് ഡിസിപ്ലിൻഡ് ആക്ഷൻ. CRDA. ഞാൻ അതിനെ ചെറുതായിട്ട് ഞാൻ പറയും. നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കണം. റിപ്പീറ്റഡ് ആയിട്ട് ചെയ്തത് വീണ്ടും ചെയ്തുകൊണ്ടിരിക്കണം. ഞാൻ എന്റെ ലീഡിലേക്ക് ഇനിയും മെസ്സേജ് അയക്കും വാട്സപ്പിൽ. ഞാൻ എന്നെ കണക്ട് ചെയ്യുന്നത് വരെ, അവരെന്നെ മനസ്സിലാക്കുന്നത് വരെ, എന്റെ ക്ലാസ്സിലേക്ക് വരുന്നത് വരെ ഞാൻ ഇനിയും ക്ലാസ് കൊടുക്കും, ഇനിയും ഫ്രീ വെബിനാർസുകൾ കൊടുക്കും. അവർക്ക് എന്റെ ശ്രീജിത്ത് കേസ് എന്താന്നുള്ളത് കാണണം, കണ്ട് ഞാൻ ബോധ്യപ്പെടണം.
ശ്രീതേജസിന്റെ രീതി എന്താന്നുള്ളത്, മറ്റുള്ള ബിസിനസ് ട്രെയിനേഴ്സിൽ നിന്ന് എന്താണ് വ്യത്യാസം എന്നുള്ളത് മനസ്സിലാവണം. ശ്രീതേജസ് ഒരു വൺ സൈഡ് അല്ല, ചർച്ചകൾക്ക് നേതൃത്വം കൊടുക്കുന്ന ആളാണ്. ഏറ്റവും ലോക്കൽ ആയിട്ടുള്ള ലാംഗ്വേജ് സംസാരിച്ച് ഹൃദയം കൊണ്ട് സംസാരിക്കുന്ന ആളാണ്. ഞാൻ ജാട പിടിക്കാറില്ല. ഇതൊക്കെ ആർക്ക് ബോധ്യമാവണം? എന്റെ കസ്റ്റമർ ആയിട്ടുള്ള എന്റെ മുന്നിലിരിക്കുന്ന നിങ്ങൾക്ക് ബോധ്യമാവണം. നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ജാടകളോടൊരു ഇഷ്ടമാണോ? ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, മമ്മൂട്ടി ഭയങ്കര ഇഷ്ടം എല്ലാവർക്കും അല്ലേ? മമ്മൂട്ടി മുന്നിൽ വന്നു കഴിഞ്ഞാൽ ജാട പിടിച്ച് നിൽക്കുന്ന മമ്മൂട്ടിയുടെ മുന്നിലേക്ക് നിങ്ങൾ കയറി ചെല്ലും. എത്ര സ്നേഹം ഉണ്ടായിക്കോട്ടെ, കയറി ചെല്ലാനുള്ള ധൈര്യം ഉണ്ടാവും നിങ്ങൾക്ക്. അതേസമയം ലാലേട്ടൻ ഒരു ജാടയില്ലാതെ നടക്കുന്ന മനുഷ്യനാ. കണ്ടു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? അമ്പിളി നീശയൊക്കെ അയാളെ തോളത്തുനിന്ന് ഇറങ്ങില്ല. അത്ര വലിയ കട്ട ഫാൻസാണ്. ഒരു ഫോൺ കോളിൽ ശബ്ദം കേൾക്കാൻ വേണ്ടിയിട്ട് അമ്പിളി നവീനെ കുത്തിക്കൊണ്ടിരിക്കണത്. സിറാജ് ആണെങ്കിൽ അതിങ്ങനെ സ്ക്രൂ ചെയ്യുന്നുണ്ട്. ലാലേട്ടന്റെ ശബ്ദത്തിൽ അമ്പിളിയെ വിളിച്ച് പറ്റിച്ചു എന്നാണ് ഞാൻ കേട്ടത്. അമ്പിളി ഉണ്ടോ അവിടെ? അമ്പിളി, സിറാജ് ആരെങ്കിലും ഉണ്ടോ? നവീൻ ഭായ്, എന്റെ കഥ, യഥാർത്ഥ കഥ എന്താ? അമ്പിളി ഗ്രീസിൽ പോയിട്ട് വന്നോ? അമ്പിളി എത്തി, നാട്ടിലെത്തി. ഞാൻ ഇന്നലെ കണക്ട് ചെയ്തിട്ടുണ്ട്. എന്തെല്ലോ കൊണ്ടുതരാനും പറഞ്ഞു. കുറച്ച് ഗ്രീസ് കരുതിയിട്ടുണ്ട് ഒരു പാത്രത്തിൽ, അവിടെ വണ്ടിക്ക് അടിക്കാൻ. ഞാൻ പറഞ്ഞത് ഇത്രേ ഉള്ളൂ, വെരി സിമ്പിൾ. എന്താണ് സെയിൽസ് വെച്ച് കഴിഞ്ഞാൽ ക്രിയേറ്റിംഗ് ട്രസ്റ്റ് ആണ് സെയിൽസ്. ലീഡ് വന്നുകൊണ്ടിരിക്കുക കേട്ടോ, ലീഡ് വന്നുകൊണ്ടിരിക്കുക. മറുപടി അയക്കണം. രണ്ടാമത്തെ കാര്യം, സെയിൽസ് എന്ന് പറയുന്നത് റെസ്പോണ്ടിങ് ആണ്. യു ആർ റെസ്പോൺസിബിൾ, അതാണ് ട്രസ്റ്റ്. യു ആർ റെസ്പോൺസിബിൾ ടു ക്രിയേറ്റ് ട്രസ്റ്റ്. രണ്ടാമത്തത് റെസ്പോണ്ടിങ് ആണ്. എന്താണ്? ലീഡ് വരുന്നതിന് അപ്പൊ തന്നെ മാക്സിമം നിങ്ങൾ സംസാരിക്കണം. ഞാൻ അതും പറഞ്ഞുതരാം. ഇവിടെ ഇരിക്കുന്ന പുതിയ ആൾക്കാരായിട്ട് ഇപ്പൊ കഴിഞ്ഞ 2 ദിവസമായിട്ട് വന്ന ആൾക്കാരൊക്കെ ഉണ്ട്? ആരെങ്കിലും എന്നെ അറിയുന്ന, അല്ലെങ്കിൽ ഇപ്പൊ വന്നിട്ടില്ല, റാഫിയെ പോലെ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ഉണ്ടോ? എനിപ്പടി സംസാരിക്കടോ, ബിസിനസ്സുകാരാ. യെസ്, ഞാൻ ഇന്നലെ വന്നിട്ടുള്ളൂ. യെസ്, മിഥിലാജ് ഇന്നലെ എനിക്ക് മെസ്സേജ് വന്നു അല്ലെ? മിഥിലാജിന്റെ അടുത്ത് നിന്ന്. യെസ്. എത്ര സെക്കൻഡ്, എത്ര സമയം എടുത്തു മിഥിലാജിന് റിപ്ലൈ കിട്ടാൻ? ഒരു 30 സെക്കൻഡിനുള്ളിലൊക്കെ റിപ്ലൈ തന്നു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. 30 സെക്കൻഡിനുള്ളിൽ റിപ്ലൈ തന്നു. അത് കഴിഞ്ഞ് മിഥിലാജ് ലേറ്റ് ആയില്ലേ എന്ന് എനിക്കറിയില്ല. പക്ഷെ മിഥിലാജ് പിന്നെ എനിക്ക് മറുപടി അയച്ചിട്ടുണ്ടായിരുന്നു അല്ലെ? ഞാൻ കുറച്ച് ലേറ്റ് ആയിരുന്നു. പക്ഷെ മിഥിലാജിന് റിപ്ലൈ കിട്ടി. എത്ര സെക്കൻഡിനുള്ളിൽ? 30 സെക്കൻഡിനുള്ളിൽ. അത് മിഥിലാജിനെ അട്രാക്ട് ചെയ്തായിരുന്നോ? അതെ. പെട്ടെന്ന് ഒരു ക്വിക്ക് റെസ്പോണ്ട് കിട്ടിയപ്പോ. കസ്റ്റമർക്ക് ഒരു ലീഡ് വന്നു കഴിഞ്ഞാൽ സ്പോട്ടിൽ റെസ്പോണ്ട് ചെയ്യാൻ പറ്റണം. സ്പോട്ടിൽ. ഞാൻ എന്താ ചെയ്തിരിക്കുന്ന അറിയോ? ഇപ്പോഴും എനിക്ക് ഇന്ന മെസ്സേജ് വരുന്നത്, ലീഡ് വരുന്നത്, ഞാൻ അത് പോപ്പപ്പ് ചെയ്ത് വെച്ചിരിക്കുക. എന്റെ വാട്സപ്പിൽ പോപ്പപ്പ് ചെയ്ത് വെച്ചിരിക്കുക. എനിക്ക് മെസ്സേജ് വന്നാൽ ഉടനെ, ആ സമയത്ത് എനിക്ക് വേറെ എത്ര കോണ്ടാക്റ്റുള്ള ആൾക്കാർ മെസ്സേജ് അയച്ചാലും ഞാൻ റെസ്പോണ്ട് ചെയ്യണമെന്നില്ല. പുതിയൊരു നമ്പറിൽ നിന്ന് എനിക്കൊരു മെസ്സേജ് വന്നു കഴിഞ്ഞാൽ ഞാൻ അപ്പം റെസ്പോണ്ട് ചെയ്യും. എന്റെ ഫോൺ സൈലന്റ് അല്ല, എന്റെ ഫോൺ പോപ്പപ്പ് ചെയ്തുകൊണ്ടിരിക്കും. എന്റെ ഹെഡ്സെറ്റിൽ വരും, എന്റെ ലാപ്ടോപ്പിൽ വരും. ലാപ്ടോപ്പായിട്ട് കണക്ട് ചെയ്തുകൊണ്ടിരിക്കാം. അപ്പൊ എന്തറിയോ? ലാപ്ടോപ്പിന്റെ ശബ്ദം പുറത്തേക്ക് വരും. ഞാൻ ഭയങ്കര വിജിലന്റ് ആയിട്ടായിരിക്കുന്നത്. കാരണം ഓരോ മിഥിലാജുകളും എന്നെ സംബന്ധിച്ചിടത്തോളം 1 ലക്ഷം മിനിമം വരുമാനം ഉണ്ടാക്കാൻ സാധിക്കുന്ന ആൾക്കാരാണ്. മിഥിലാജിന് കാശുണ്ടാക്കി കൊടുക്കുക, സെയിൽസ് ഉണ്ടാക്കി കൊടുക്കുക, അതെന്റെ ഡ്യൂട്ടിയാണ്. ഞാനത് ചെയ്തു കൊടുക്കുകയും അതിൽ നിന്ന് പൈസ പണം പറ്റുകയും ചെയ്യുന്നു. ഇത് എന്നെ കുറിച്ചിട്ട് ഞാൻ നടത്തുന്ന ഒരു വലിയ വീർതല്ല. ഞാൻ എന്നെ കുറിച്ചല്ലാണ്ട് വേറെ ആരെ കുറിച്ചാ പറയുക? APJ അബ്ദുൽ കലാമിനെ കുറിച്ചോ ഗാന്ധിജിയെ കുറിച്ചോ മറ്റേ എലോൺ മസ്കിനെ കുറിച്ചൊക്കെ പറയണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ അവരെ കുറിച്ച് എനിക്ക് പറയാനുള്ള ട്രസ്റ്റിനേക്കാൾ കൂടുതൽ എനിക്ക് എന്നെ കുറിച്ച് പറയാനുള്ള ട്രസ്റ്റാ. എന്റെ ജേണിയാണ് എനിക്ക് പറയാൻ ഈസി. അത് നിങ്ങളിലേക്ക് എങ്ങനെ കൊണ്ടുവരാമെന്ന് എനിക്ക് പറയാൻ ഈസി. എലോൺ മസ്ക് ചെയ്തത് ഇങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അമേരിക്കയിൽ കിടക്കണ ഏതോ ഒരു സായിപ്പ് പറയണതിനെ കുറിച്ചിട്ട് എന്ന് ചോദിക്കും. ഇത് ഞാൻ ചെയ്ത കഥയെ പറയുന്നു. ഇന്നലെ വിപിൻ എനിക്ക് മെസ്സേജ്, വിപിനോട് പറഞ്ഞു, വിപിനെ 10 ലക്ഷം രൂപ ഏപ്രിൽ 30. ഏപ്രിൽ 30ക്ക് എത്ര മാസം ഉണ്ട്? 4 മാസം. 4 മാസം, 4.5 മാസം. ഈ 4.5 മാസം കൊണ്ട് 10 ലക്ഷം എന്ന് പറഞ്ഞപ്പോൾ വിപിൻ പറഞ്ഞു, എന്റെ കടം മുഴുവനെ തീരുന്നു. കടമൊക്കെ ഒരു തമാശയല്ലേ കുട്ടാ?
10 ലക്ഷം രൂപ ഉണ്ടാക്കാൻ 4 മാസം വേണ്ടാന്ന് മനസ്സിലായോ വിപിനെ? അതെ, മനസ്സിലായി. അതിന് എന്താ ചെയ്യേണ്ടത്? ഒരു സിമ്പിൾ, നമ്മൾ പണിയെടുക്കണം, നമ്മൾ ഇറങ്ങണം. നിങ്ങൾ എന്താ വിചാരിക്കുന്നത്? ശ്രീജിത്ത് ഇങ്ങനെ വെറുതെ ഇരിക്കുന്നു, കാശുണ്ടാക്കുന്നു, വെറുതെ ഇരിക്കുന്നു, കാശുണ്ടാക്കുന്നു? അല്ല, നല്ലോണം കഷ്ടപ്പെടുന്നുണ്ട്. എങ്ങനെ? ഞാൻ കസ്റ്റമറോട് സംസാരിക്കുന്നുണ്ട്, കസ്റ്റമർക്ക് റെസ്പോൺസ് കൊടുക്കുന്നുണ്ട്, പലരെയും കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഹരിദാസേട്ടന്റെ കച്ചവടം എങ്ങനെ നന്നാക്കാന്ന് ഹരിദാസേട്ടനെ വിളിച്ച് പറഞ്ഞു കൊടുക്കും. ഷാജി ബ്രോ വിളിക്കുമ്പോൾ ഷാജി ബ്രോ എങ്ങനെ സംസാരിക്കുന്നത് നടക്കാം. സെയിൽസ് ബേസിക്കലി ഫസ്റ്റ് തിങ് റെസ്പോൺസിബിൾ, സെക്കൻഡ് തിങ് റെസ്പോണ്ടിങ്. ദാറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. കോൺഫിഡൻസ് നിങ്ങളുടെ ഉള്ളിലേക്ക് കയറണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാമെന്നുള്ള ഒരു പണി വരണം. ഞാന് പറയൂ സാർ, ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യോ? സെയിൽസ് എന്ന് പറയുന്നത് ഫസ്റ്റ് തിങ് റെസ്പോണ്ടിങ്, റെസ്പോൺസിബിൾ. ഓക്കെ, താങ്ക് യു. You should be responsible to the customer. That means you are creating trust over them. അല്ലേ? രണ്ടാമത്തത് റെസ്പോണ്ടിങ്. You should respond to your customer. ഞാനേ ഈ ഗൾഫ് രാജ്യങ്ങളിലൊക്കെ പോയി കണ്ടിട്ടില്ല, അല്ലെങ്കിൽ വീഡിയോസ് കണ്ടിട്ടുണ്ടായിരിക്കും. ഈ അറബികൾ കാറിനെ ഇങ്ങനെ ചെരിച്ചിട്ടിട്ട് അതിന്റെ ടയർ മാറ്റുന്നതും പല പല വിക്രസുകളും പല സർക്കസുകളും ചെയ്യുന്ന കണ്ടിട്ടില്ലേ? ഇല്ലേ? ഇനി ഒന്നും വേണ്ട, നമ്മുടെ നാട്ടിൽ ജംബോ സർക്കസ് വന്നു കഴിഞ്ഞാൽ ഓരോരുത്തർ മറ്റേ കടിച്ചു തൂങ്ങിയിട്ട് തിരിയുന്നു, മറ്റേ ഓരോരോ കാര്യങ്ങൾ ചെയ്യുന്നത് കണ്ടിട്ടില്ലേ? ഇല്ലേ? എന്താ അവരുടെ പ്രത്യേകത? അവർ ആ കാര്യത്തിൽ എന്താ കോൺഫിഡൻസ് ആയിട്ട് ചെയ്യാൻ കാരണം? ദേ ആർ സ്കിൽഡ്. അതിനു വേണ്ടി മാത്രമാണ്. അവർക്ക് ചിലപ്പോൾ ബുദ്ധി ഉണ്ടാവണമെന്നില്ല, ചിലപ്പോൾ വേറെ എന്തെങ്കിലും നോളജ് ഉണ്ടാവണമെന്നില്ല, ചിലപ്പോൾ അവർക്ക് മറ്റേ സാമൂഹ്യ പരിഷ്കർത്താക്കൾ ആരൊക്കെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു വിവരം ഉണ്ടാവണമെന്നില്ല. കഴിഞ്ഞ ദിവസം ഒരു രസമുണ്ടായി, ഒരു വീഡിയോ ഞാൻ കണ്ടു. ഐഫോണിന്റെ വില എത്ര, ഐഫോൺ പ്രോയുടെ വില എത്രയാണ് കൃത്യമായിട്ട് പറയുന്നു. പുതിയ മാക്ബുക്കിന്റെ വില എത്രയാ കൃത്യമായിട്ട് പറയുന്നു. അൾട്രാ, സാംസങ് അൾട്ര ആയിട്ടുള്ള വ്യത്യാസം എന്താ അപ്പൊ കൃത്യമായിട്ട് പറയുന്നു. 1 കിലോ സുരേഖയുടെ വില എത്രയാ അരിയുടെ, അത് പറയാറില്ല. എന്നിട്ട് അവരെ കളിയാക്കിയിട്ട് കമന്റുകള്, എടോ അരിയുടെ വില അറിഞ്ഞില്ലെങ്കിൽ ഇവിടെ ജീവിക്കാം, ഒരു കുഴപ്പമില്ല. ഐഫോണിന്റെ വില അറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിലും ജീവിക്കാം, ഒരു കുഴപ്പമില്ല. അതൊക്കെ ഒരു വിരൽത്തുമ്പിൽ ഫോൺ എന്ന് പറയുന്ന സാധനത്തിൽ നമുക്ക് കിട്ടുന്ന കാര്യമുള്ളൂ. അതൊക്കെ നോളേജ് ആണ്, ജസ്റ്റ് നോളജ്, ഇൻഫോർമേഷൻ ആണ്. അതല്ല വേണ്ടത്. നമുക്ക് വേണ്ടത് എന്താണ്? നമുക്ക് വേണ്ടത് സ്കില്ലാണ്. സെയ്തുക്ക ഈ ജീവിതത്തിൽ രക്ഷപ്പെടണമെങ്കിൽ സെയ്തുക്ക ഒരൊറ്റ കാര്യം ചെയ്യണം. നിങ്ങൾ നിങ്ങളുടെ പ്രോഡക്റ്റിനെ കുറിച്ച് പഠിക്കുന്നതിനെ പോലെ തന്നെ നിങ്ങൾ പുതിയ സ്കില്ല് ഡെവലപ്പ് ചെയ്യണം. നിങ്ങൾക്ക് സെയിൽസ്, നിങ്ങൾക്ക് കോൺഫിഡൻസ്, നിങ്ങൾക്ക് സംസാരിക്കാനുള്ള ധൈര്യം, ആളുകളോട് ഇടപഴകാനുള്ള ധൈര്യം, അങ്ങോട്ട് കയറി കണ്ട് സംസാരിച്ച് ഇടപഴകാനുള്ള ധൈര്യം. അതിനർത്ഥം ഓരോരുത്തരോടും കയറി സംസാരിച്ചിട്ട് ഞാൻ ഇൻഡസ്ട്രിയുടെ പ്രൊഡക്റ്റ് വിൽക്കുന്നുണ്ട് എന്നുള്ളതല്ല. അപ്പൊ നിങ്ങളുടെ വില പോവും. നിങ്ങൾ അവരോട് സംസാരിച്ച് റിലേഷൻഷിപ്പ് ഉണ്ടാക്കണം. യു ഹാവ് ടു മേക്ക് റിലേഷൻഷിപ്പ് വിത്ത് ദം. ദെൻ കസ്റ്റമർ വിൽ കം ടു യു. കസ്റ്റമർ വിൽ കം ടു യു. അത് ക്രിയേറ്റ് ചെയ്യലാണ് നമ്മുടെ ജോലി. റിലേഷൻഷിപ്പ് ക്രിയേറ്റ് ചെയ്യുക. ഞാൻ ഇപ്പോഴും പറയുന്നു, ഷാജി ബ്രോക്ക് ബിസിനസ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഷാജി ബ്രോ ഒറ്റ കാര്യമുള്ളൂ, മേക്ക് റിലേഷൻഷിപ്പ്. ആരായിട്ട്? അടുത്ത 1 വർഷത്തേക്ക് ബിസിനസ് കൊണ്ടുവരുമെന്ന് ചിന്തിക്കുന്ന ആളുകളായിട്ട് വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ? റിലേഷൻഷിപ്പ് ഉണ്ടാക്കാൻ. പറ്റില്ലേ? അതെന്ത് ചെയ്യണം? നമുക്കറിയോ ആരൊക്കെയാണ് ഇപ്പൊ അടുത്ത 1 വർഷം ഈവന്റ് നടത്താൻ പറ്റുന്ന ആൾക്കാർ നമുക്കറിയോ? ഇന്നലെ ഞാൻ എന്താ പറഞ്ഞ, ഫോട്ടോ അടിപൊളിയായിട്ടുണ്ടെന്നാ പറഞ്ഞത് അല്ലെ? നിങ്ങളുടെ ഫോണിലേക്ക് വിളിക്കുമ്പോൾ തന്നെ ഐഫോണിൽ നിന്ന് വിളിക്കുന്ന സമയത്ത് കിടക്കുന്ന ഫോൺ സൂപ്പർ പൊളി സെറ്റ്. സോഷ്യൽ മീഡിയ എവിടൊക്കെ നിങ്ങളുടെ പ്രസൻസ് നിങ്ങൾക്ക് കാണിക്കാൻ പറ്റുമോ നല്ലതാണ്. അയ്യോ എന്റെ മുഖം കാണാൻ കൊള്ളില്ല, അതുകൊണ്ട് ഞാൻ കാണിക്കുന്നില്ല. ഞാൻ നിങ്ങളെപ്പോലെ അത്ര കോൺഫിഡന്റ് ഒന്നുമല്ല സംസാരിക്കാൻ. എന്നോട് ഈ പറയണത്? ഇപ്പോഴും മുടി ജീവിക്കഴിഞ്ഞാൽ നേരെ നിൽക്കാത്ത എന്നോട്, ഇപ്പോഴും പല്ലിന്റെ ഗ്യാപ്പുള്ള എന്നോട്, 97 കിലോ ഇന്നലെ നോക്കുമ്പോ 97 കിലോ ഉള്ള എന്നോട്, കൊടവേറും ചാടി നിൽക്കുന്ന എന്നോട് പറയാണ് എന്ത്, ഞാൻ അത്ര കോൺഫിഡന്റ് അല്ല, എന്നെ വീഡിയോയിൽ കാണാൻ കൊള്ളൊന്നുമില്ല എന്ന്. സെയിൽസ് ഈസ് എ സ്കിൽ. ഈ ലോകത്തിൽ ഏറ്റവും കൂടുതൽ വരുമാനം ഉണ്ടാക്കുന്ന സ്കിൽ ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദാറ്റ്സ് കോൾഡ്
സെയിൽസ്. നിങ്ങൾക്ക് നിങ്ങളുടെ മക്കളെ സെയിൽസ് പഠിപ്പിക്കാൻ ധൈര്യമുണ്ടോ? നിങ്ങളുടെ മക്കൾ കോടീശ്വരനാവും, ഒരു സംശയമില്ല. അവർക്ക് കോൺഫിഡൻസ് കൊടുക്കണം. സേഫ് സോണിൽ നിർത്തല്ല, സെയിൽസ് സോണിൽ നിർത്തണം. സെയിൽസ് പഠിക്കുന്നതിന്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് മനസ്സിലായോ നിങ്ങൾക്ക്? മനസ്സിലാവുന്നുണ്ടോ? അതോ ഞാൻ എന്നെ കുറിച്ചുള്ള തള്ളു മാത്രമായി അവസാനം മറ്റേത് കഴിഞ്ഞിട്ട് കട്ട് ചെയ്തിട്ട് പറയാം അയാളെ കുറിച്ച് എന്തൊക്കെ തള്ളി, അതാണ് ഉണ്ടാവുക പോണത്? ഇതൊരു പ്രോസസ്സാണ് ബേസിക്കലി. കസ്റ്റമറെ കണ്ടുപിടിക്കുന്നത്, കസ്റ്റമർ വന്ന കസ്റ്റമറിൽ റിലേഷൻഷിപ്പ് ഉണ്ടാക്കുന്നത്, അവരുടെ മുകളിൽ ട്രസ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നത്, അവർക്ക് കൃത്യമായിട്ട് നമ്മുടെ പ്രോഡക്റ്റിനെ കുറിച്ച് അല്ലെങ്കിൽ സർവീസിനെ കുറിച്ച് പ്രസന്റ് ചെയ്യുന്നത്, അവരുടെ പ്രശ്നങ്ങൾ, കസ്റ്റമറുടെ പ്രോബ്ലംസ്, അത് സെയിൽസ് ഒബ്ജക്ഷൻ ആയിക്കോട്ടെ, അവരുടെ ഡൗട്ട്സ് ആയിക്കോട്ടെ, അവരുടെ ക്ലാരിഫിക്കേഷൻ ആയിക്കോട്ടെ, എന്ത് തന്നെ അത് ക്ലിയർ ആക്കുന്നത്, ദെൻ ഫോളോ അപ്പ് ചെയ്യുന്നത്, ദെൻ സെയിൽസ് എടുക്കുന്നത്, ദെൻ അവനെ നമ്മോടൊപ്പം നിർത്തുന്നത്, വീണ്ടും അവനെ കൊണ്ട് അപ്സെല് ചെയ്യുന്നത്, ക്രോസ് സെല്ല് ചെയ്യുന്നത്, അവൻ്റെ അടുത്ത് റെഫറൻസ് എടുക്കുന്നത്, ഒരു ക്ലയന്റിനെ നമ്മുടെ റിപ്പീറ്റഡ് ക്ലയന്റ് ആക്കുന്നത്, റിപ്പീറ്റഡ് ക്ലയന്റിനെ നമ്മുടെ ഒരു കസ്റ്റമറിനെ റിപ്പീറ്റഡ് കസ്റ്റമർ ആക്കുന്നത്, റിപ്പീറ്റഡ് കസ്റ്റമറിനെ നമ്മുടെ ഒരു ക്ലയന്റ് ആക്കി മാറ്റുന്നത്, നമ്മുടെ അഡ്വക്കേറ്റ് ആക്കി മാറ്റുന്നത്, നമ്മുടെ അംബാസിഡർ ആക്കി മാറ്റുന്നത്. ദാറ്റ്സ് കോൾഡ് സെയിൽസ്. അല്ലാണ്ട് ഒരാളടുത്ത് കാശ് മേടിച്ചാൽ തീരുന്നതല്ല സെയിൽസ്. ജീവൻ സാറ് ഇന്നലെ സെയിൽസ് മാസ്റ്ററിന്റെ പരസ്യം ഇട്ടപ്പോ എനിക്ക് യെസ് എന്ന് പറഞ്ഞിട്ട് വന്നു. ഞാൻ പറഞ്ഞു നിർത്തിക്കോണം, 2 വട്ടം കാണാപ്പാടം പഠിച്ചതാണ്, അടുത്ത തവണ നിങ്ങൾക്ക് ഫ്രീ ആ, വന്ന് പഠിക്ക്. പഠിച്ചിട്ടില്ലെങ്കിൽ, മനസ്സിലായിട്ടില്ലെങ്കിൽ വീണ്ടും വന്ന് പഠിക്ക്. എന്റെ സെയിൽസ് മാസ്റ്റർ അടുത്ത 18-ാം തീയതി, ഡിസംബർ 18-ാം തീയതി തുടങ്ങുന്നുണ്ട്. നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ വീണ്ടും വന്ന് പഠിക്ക്. ഇതാ ഞാൻ ജീവൻ സാറോട് പറഞ്ഞത്, ഒരു സംശയമില്ല. വെരി സീരിയസ്ലി സെയിൽസ് പഠിക്കണം. സെയിൽസ് പഠിക്കാനുള്ള ഉപാധികളൊക്കെ ഉണ്ട്, നമ്മൾ തന്നെ തുടങ്ങുന്നുണ്ട്. സെയിൽസ് ക്ലാസ്സുകൾ നമ്മൾ സ്ഥിരമായിട്ട് കണ്ടക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. സെയിൽസ് ക്ലാസ് ബിസ്റ്റോക്സ് മാത്രമല്ല കേട്ടോ, സെയിൽസ് ക്ലാസ് കൃത്യമായിട്ട് നമ്മൾ നടത്തുന്നുണ്ട്. അത് ഇപ്പൊ ഇതിലിപ്പോ ഈ മാസം നമ്മൾ ഡിസംബർ 18-ാം തീയതി തുടങ്ങുന്നുണ്ട്. 25 ക്ലാസ്സുകളിൽ ഏറ്റവും നല്ലതായിട്ട് സെയിൽസ് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ സ്റ്റാഫിനാണെങ്കിലും നിങ്ങളുടെ പാർട്ട്നേഴ്സിനോടാണെങ്കിലും നിങ്ങൾക്കാണെങ്കിലും സെയിൽസ് പഠിക്കണം. അതിന് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യണം. എക്സ്പെൻസ് ആയിട്ട് കണക്കാക്കരുത്, ഇൻവെസ്റ്റ് ചെയ്യണം. ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓരോ ദിവസവും നിങ്ങൾക്ക് ലക്ഷങ്ങൾ ഉണ്ടാക്കാന്നേ. 1000, 10, 4, 5000, 6000 നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓരോ ദിവസം ലക്ഷങ്ങൾ ഉണ്ടാക്കാന്നേ. അതിനെന്താ മടിക്കേണ്ടത്? എന്താ? അങ്ങനത്തെ പ്രോഡക്റ്റ് കണ്ടുപിടിക്കണം, അങ്ങനത്തെ സർവീസ് കൊടുക്കാൻ പറ്റണം. എന്തുകൊണ്ടാ ഉമയ്ക്ക് ഇപ്പോഴും ഒരു 3 മാസം എടുക്കാൻ പറ്റണമെന്ന്, 3 മാസം എടുക്കേണ്ടി വരുമെന്ന് പറയാൻ കാരണം എന്താ അറിയോ? ഉമ മേടിക്കുന്ന പൈസ എന്ന് പറയുന്നത് 10000 രൂപയാ, അല്ലെങ്കിൽ 5000 രൂപയാ. ആകെ 10000 രൂപയിൽ 5 EMI ആ, 2000 രൂപ. അപ്പൊ ആള് വന്നിട്ട് എന്ത് ചെയ്യും? 2000 രൂപ. അങ്ങനെ 2000 രൂപ അടയ്ക്കുന്ന 50 പേരെ ഉണ്ടാക്കിയാൽ മതി, 1 ലക്ഷമായി. ആ 50 പേര് തൊടുപുഴയിൽ മാത്രം ഉണ്ടാക്കാൻ പറ്റുന്നില്ലെങ്കിൽ തൊടുപുഴയ്ക്ക് അപ്പുറം മൂവാറ്റുപുഴയിലോ മൂവാറ്റുപുഴയ്ക്ക് അപ്പുറത്ത് വേറെ ഏതൊരു സ്ഥലത്തോ എറണാകുളത്തേക്കോ നിങ്ങളുടെ സ്ഥാപനം തുടങ്ങിക്കഴിഞ്ഞാൽ ഇതേപോലെ ഒരു ദിവസം നിങ്ങൾക്ക് 50 പേരെ ക്രിയേറ്റ് ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. എന്താണ് നിങ്ങളുടെ എക്സ്പെൻസ്? ഒരു വണ്ടി അല്ലെങ്കിൽ 2 വണ്ടി അധികം ഓടണം. അയ്യോ സാറേ അതൊക്കെ ബുദ്ധിമുട്ടല്ലേ? ബുദ്ധിമുട്ടിയാൽ കാശ് വരും, ഒരു സംശയമില്ല. അല്ലെങ്കിൽ എനിക്ക് എൻ്റെ മക്കളെയും കളിപ്പിച്ച് പാലക്കാട് സുഖമായിട്ടിരിക്കാം. നല്ല പാലക്കാടൻ മട്ടരി ചോറും കഴിച്ച് അത്യാവശ്യം എന്താ പറയുക നല്ല രീതിയിൽ ഭക്ഷണം കഴിച്ച് സമാധാനപൂർവ്വമായിട്ട് ഇരിക്കുക പാലക്കാട്. എന്തെങ്കിലും ഒരു ജോലി 10, 20,000, 25,000 ഈ 50,000 കിട്ടാതിരിക്കില്ല. സമാധാനമായിട്ട് ഇരിക്കാം. അതിനു വേണ്ടിയിട്ട് ഞാൻ പാലക്കാട് ഇരുന്നാൽ മതി. ഞാൻ ബാംഗ്ലൂർക്ക് വന്നിട്ടുണ്ടെങ്കിൽ ബാംഗ്ലൂർ വന്ന് എൻ്റെ മക്കളെ മാറ്റി നിർത്തിയിട്ട് ഞാൻ റിസ്ക് എടുക്കുന്നുണ്ടെങ്കിൽ, എൻ്റെ അച്ഛനും അമ്മയും മാറ്റി നിർത്തി റിസ്ക് എടുക്കുന്നുണ്ടെങ്കിൽ, കാണുന്നില്ലെങ്കിൽ എൻ്റെ വേണ്ട പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ മാറ്റി നിർത്തുന്നുണ്ടെങ്കിൽ ഞാൻ എടുക്കുന്ന റിസ്ക് ആണ്. ഞാൻ എന്തിനാ റിസ്ക് എടുക്കുന്നത്? ആ റിസ്ക് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റാ. അതാ 3ാമത്തെ R. ആദ്യം റെസ്പോൺസിബിൾ ആയി, 2ാമത്തെ റെസ്പോണ്ട് ചെയ്യണം, 3ാമത്തെ റിസ്ക് എടുക്കണം. R, റിസ്ക്. ഇതിരാജ് റെസ്പോൺസിബിൾ ആയ കാര്യമില്ല, റെസ്പോണ്ട് ചെയ്തിട്ടും കാര്യമില്ല, റിസ്ക് എടുക്കാനും തയ്യാറാവണം. എന്താ റിസ്ക്? നമ്മൾ നമ്മുടെ കംഫോർട്ട് സോണിൽ നിൽക്കുന്ന പല കാര്യങ്ങളും അത് മാറ്റി വെച്ചിട്ട് വേണം ഈ പരിപാടിക്ക് ഇറങ്ങാൻ. എന്നാ കാശുണ്ടാവാം. വൈകുന്നേരം ഡെയിലി വൈകുന്നേരം 6 മണിക്ക് അല്ലെങ്കിൽ 7 മണിക്ക് കൂട്ടുകാർ കൂടും. അവിടെ 2 ഫുള്ള് വാങ്ങി വെച്ചിട്ടുണ്ടാവും, അവിടുന്ന് 2 പെഗ് അടിക്കണം. രാവിലെ എഴുന്നേറ്റിട്ട്
മറ്റേ രാവിലെ ഒരു 8 മണിക്ക് എന്നെ കൊണ്ട് എഴുന്നേക്കാൻ പറ്റുള്ളൂ. എനിക്ക് വീട്ടിലത്തെ കുറച്ച് കാര്യങ്ങളുണ്ട്, എനിക്ക് നാട്ടിലത്തെ കുറച്ച് കാര്യങ്ങളുണ്ട്, ഇതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ കച്ചവടത്തിൽ ഇറങ്ങുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാശ് ഉണ്ടാക്കാൻ പറ്റില്ല. ഇവിടെ ഇരിക്കുന്ന ഒരാൾക്ക് കാശ് ഉണ്ടാക്കാൻ പറ്റില്ല. മറിച്ച് രാവിലെ എഴുന്നേൽക്കുമ്പോൾ ആദ്യത്തെ 5 മണിയുടെ ആദ്യത്തെ മെസ്സേജ് എന്താണെന്നറിയോ? ഇന്നലെ രാത്രി വന്ന ലീഡിന് റെസ്പോൺസ് കൊടുക്കല. അവിടെ തുടങ്ങണം കച്ചവടം. രാത്രി 12 മണിക്ക് 11 മണിക്ക് കിടക്കുന്നതിന് മുന്നേ റെസ്പോണ്ട് ചെയ്യണത് സെയിൽസാ. ക്ലിയർ ആയോ? ദാറ്റ്സ് കോൾഡ് സെയിൽസ്. ഞാൻ നിർത്തി. സാർ ഒന്നും കൂടെ പറയോ? ആക്ഷൻ ആക്ഷൻ അല്ല, ഫസ്റ്റ് റെസ്പോൺസിബിൾ ആക്ഷൻസ്. അതാണ് ട്രസ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നത്. റെസ്പോൺസിബിൾ. ഓക്കെ. റെസ്പോൺസിബിൾ. റെസ്പോണ്ടിങ് ടു ദ കസ്റ്റമർ. റെസ്പോണ്ടിങ് ടു കസ്റ്റമർ. മൂന്നാമത്തെ റിസ്ക് ടേക്കിംഗ്. ഫോർത്ത് അത്രേ ഉള്ളൂ. 3 ഞാൻ പറഞ്ഞു. ഓക്കെ, താങ്ക് യു. ക്ലിയർ ആണോ? ഒന്ന് സംസാരിച്ച കാര്യങ്ങൾ ക്ലിയർ ആണോ? ക്ലിയർ. ശരി, ഞാൻ നിർത്തി. ക്ലാസ് നിർത്തി. നമ്മൾ 7 മണി ക്ലോസ് ചെയ്തു. നമ്മൾ അറിഞ്ഞില്ല. ബാക്കി നാളെ സംസാരിക്കാൻ ധൈര്യമായിട്ട്. ഇന്നത്തിനെ കുറിച്ച് പറഞ്ഞോ. നിങ്ങൾക്കുള്ള സംശയങ്ങളോ ചോദ്യങ്ങളോ കഥകളോ ഉദാഹരണങ്ങളോ എക്സ്പീരിയൻസോ എന്തും പറയാം. അടുത്ത 10 മിനിറ്റ് നമ്മൾ അതിനുവേണ്ടി മാറ്റിവെക്കും. ഒരു മടിയില്ല. എനിപ്പറ്റി ഒന്നും പറയാനില്ലേ? നിങ്ങൾക്കൊരു കാര്യം അറിയോ? പുതിയ തലമുറ ബാങ്കുകൾ ഉണ്ടല്ലോ, ICICI പോലുള്ള ബാങ്കുകൾ, ഇൻഷുറൻസ് കമ്പനികൾ, ഇങ്ങനത്തെ കമ്പനികൾ, ഇവർ ചെയ്യണ ആദ്യത്തെ കാര്യം എന്താ അറിയോ? ഇവര് ഒരു എംപ്ലോയി എടുത്തു കഴിഞ്ഞാൽ അവനെ ഏറ്റവും നല്ല കംഫർട്ട് സോണിൽ കൊണ്ടുപോയിട്ട് നല്ല ഫ്ലാറ്റ് ഒക്കെ എടുത്ത് അല്ലെങ്കിൽ നല്ല ഹോട്ടലിൽ കൊണ്ടുപോയിട്ട് റൂമൊക്കെ എടുപ്പിച്ച് വേറെ ഒരു സ്ഥലത്ത് കൊണ്ടുപോയിട്ട് 2-3 ദിവസം പഠിപ്പിക്കും, ട്രെയിനിങ് കൊടുക്കും നല്ലവണ്ണം. അതിൽ സെയിൽസ് ഉണ്ടാവും, പ്രോഡക്റ്റ് നോളേജ് ഉണ്ടാവും. അവൻ തിരിച്ചു വരുന്ന ഒരു നല്ല സെയിൽസുകാരനായിട്ടായിരിക്കും. അവൻ പണിയെടുക്കും ചെയ്യും, കാശുണ്ടാക്കും ചെയ്യും. ഷാജി ബ്രോന്റെ ഒപ്പം ഒരു 5 സെയിൽസ് മാനേജേഴ്സ്, നല്ല എക്സ്പീരിയൻസ് ആയിട്ടുള്ള നല്ല ട്രെയിൻഡ് ആയിട്ടുള്ള 5 പേരുണ്ടായാൽ താങ്കൾ എവിടെ പോയി നിൽക്കുന്നുള്ളത് താങ്കൾക്ക് കണക്കാക്കാൻ കൂടി പറ്റില്ല. ശരിയാണോ? താങ്കൾ എന്തോ അൺമ്യൂട്ട് ചെയ്തിരുന്നു, പറയും, സംസാരിക്കും. സാറേ, ഞാന് നമ്മൾ കസ്റ്റമറെ ഏതെല്ലാം രീതിയിലൂടെ കൊണ്ടുപോകുന്നുള്ളതൊന്നും സാറ് ലൈൻ ഔട്ട് ചെയ്തായിരുന്നു. അപ് സെല്ലർ, ക്രോസ് സെല്ലർ, റിപ്പീറ്റ്, അഡ്വക്കേറ്റ്, അംബാസിഡർ, അതിന്റെ ഇടയ്ക്ക് 1-2 മിസ്സായി. കസ്റ്റമർ, റിപ്പീറ്റഡ് കസ്റ്റമർ വീണ്ടും വന്ന നമ്മുടെ ക്ലൈന്റ്. അടുത്തത് അഡ്വക്കേറ്റ് എന്ന് പറയുന്ന അടുത്തത് അംബാസിഡർ. ഞാനൊരു വ്യത്യാസം കൂടി പറഞ്ഞുതരാം. ജസ്റ്റ് കസ്റ്റമർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 ടൈം ജസ്റ്റ് ഒന്ന് വന്നു, സാധനം വാങ്ങുന്നു, പോകുന്നു. റിപ്പീറ്റഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും അവർ വരുന്നു, നമ്മുടെ സാധനം വാങ്ങുന്നു. ബിക്കോസ് നമ്മളെ ഇഷ്ടമാണ്, നമ്മുടെ പ്രോഡക്റ്റ് ഇഷ്ടമായിരിക്കും, അതുകൊണ്ടായിരിക്കും. ക്ലൈന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ സംബന്ധിച്ചിടത്തോളം അവര് എപ്പോഴും നമ്മളെ ഫസ്റ്റ് പ്രിഫറൻസ് കൊടുക്കുന്നു, അതാണ് ക്ലൈന്റ്. അഡ്വക്കേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് വേണ്ടിയിട്ട് സംസാരിക്കുന്ന ആൾക്കാർ. അതായത് ഇപ്പോൾ ഷാജി ബ്രോ എനിക്ക് വേണ്ടി ഉമയോട് സംസാരിച്ചു, വന്നേ കാര്യങ്ങൾ വർക്കൗട്ട് ചെയ്തേന്ന് പറഞ്ഞു, അല്ലേ? അംബാസിഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് വേണ്ടിയിട്ട് എല്ലാമായിട്ട് മുന്നിൽ നിൽക്കുന്ന ആള്. എനിക്കെന്നല്ല, കമ്പനിക്ക് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അതാണ് അംബാസിഡർ. ക്ലിയർ? അതിനെ കുറിച്ച് നമുക്ക് ഒരു ദിവസം വിശദമായിട്ട് സംസാരിക്കാം. കുഴപ്പമില്ല. ടോപ്പിക്സ് ഉണ്ട്. നമ്മൾ ഡിസംബർ, ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ കഴിഞ്ഞ മാസം നമ്മൾ 2nd ഗിയറിലേക്ക് ഇട്ടെങ്കിൽ ഡിസംബർ 15-ാം തീയതിക്ക് ശേഷം നമ്മൾ 3rd ഗിയറിലേക്ക് ഇടാണ്. നമ്മുടെ സെയിൽസ് മാസ്റ്റർ നമ്മൾ 18-ാം തീയതി ഡിസംബർ 18-ന് തുടങ്ങുന്നു. സെയിൽസ് അവിടെ നടക്കുന്നു, സെയിൽസിന്റെ ക്ലാസ്സുകൾ അവിടെ നടക്കുന്നു, ഒപ്പം ബിസിനസിന്റെ ക്ലാസ്സുകൾ ബിസ്റ്റോക്സിൽ നടക്കുന്നു. ഡിസംബർ 29-ന് നമ്മുടെ ഗോൾ സെറ്റിംഗ് സെഷനിൽ നമ്മൾ 25 സീറ്റാണ് നമ്മൾ ഓപ്പൺ ആയിട്ടുള്ളൂ, 25 സീറ്റ്സ്. അടുത്ത വർഷം 2025 എന്ത് സംഭവിക്കണമെന്ന് നമ്മൾ ഡിസംബർ 29-ന് തീരുമാനിക്കുന്നു. ജനുവരി 1-ാം തീയതി തൊട്ടിട്ട് അടുത്ത 21 ദിവസം
നമ്മൾ ഈ ഗോൾ സെറ്റിംഗ്, ഗോൾ അച്ചീവ്മെന്റ് എന്ന് പറയുന്നത് നമ്മുടെ ബിഹേവിയർ ആക്കി മാറ്റാൻ, ഹാബിറ്റ് ആക്കി മാറ്റാനുള്ള ക്ലാസ്സുകളായിരിക്കും ഉണ്ടാവുക. ക്ലിയർ ആയോ? ഗോൾ സെറ്റിംഗ് നമ്മുടെ ബിഹേവിയർ ആക്കാൻ, ഹാബിറ്റ് ആക്കാനുള്ള, അച്ചീവ് ചെയ്യാനുള്ള ക്ലാസ്സുകളായിരിക്കും ഉണ്ടാവുക. സാറേ പിന്നെ ഫസ്റ്റ് വൺ കസ്റ്റമർ വൺ ടൈം ആണ്, സെക്കൻഡ് വൺ റിപ്പീറ്റഡ് കസ്റ്റമർ അല്ലെ, നമ്മള് കൈ വീണ്ടും വാങ്ങുന്ന ആള്, മൂന്നാമത് പിന്നെ അഡ്വക്കേറ്റ് അല്ല, മൂന്നാമത് ക്ലയന്റ്. മൂന്നാമത് ക്ലയന്റ് എന്ന് വെച്ചാല് ക്ലയന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് ഫസ്റ്റ് പ്രയോറിറ്റി തരുന്നവർ. ഓക്കെ. ഫോർത്ത് വൺ അഡ്വക്കേറ്റ്, നമുക്ക് വേണ്ടി സംസാരിക്കുന്നവർ. എന്താണ് അഡ്വക്കേറ്റ്? അഡ്വക്കേറ്റ് എന്ന് പറയുന്നത് കോടതിയിൽ നമുക്ക് വേണ്ടി സംസാരിക്കുന്നവരല്ലേ? ഓക്കെ. ഫിഫ്ത്ത് വൺ അംബാസഡർ. എനിക്ക് വേണ്ടിയിട്ട് മുന്നിൽ നിൽക്കുന്ന ആള്. ഞാൻ അവിടെ വേണ്ട. എങ്ങനെയാണ് മമ്മൂട്ടി ഒരു കമ്പനിയുടെ ബ്രാൻഡ് അംബാസഡർ ആവുന്നത്? ആ കമ്പനി മമ്മൂട്ടിയാണ്. മനസ്സിലായോ? ഓക്കെ. ഇങ്ങനെ ഒരു കസ്റ്റമർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഡിലേറ്റ് കസ്റ്റമേഴ്സ് ക്രിയേറ്റ് ആവുന്നതാണോ? യെസ്. അംബാസഡർ 10 അംബാസഡേഴ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ രക്ഷപ്പെട്ടു മിഥുരാജ്. 10 അംബാസഡർ ഉണ്ടെങ്കിൽ നിങ്ങൾ രക്ഷപ്പെട്ടു. ശരിയല്ലേ? പുള്ളി സ്വയം കസ്റ്റമർ ആവുകയും മറ്റുള്ളവരെ കസ്റ്റമർ ആക്കാൻ ശ്രമിക്കുകയും ചെയ്യും. ഈ ഒരു റൊട്ടേറ്റ് ചെയ്യാൻ ഈ ഒരു 5 കസ്റ്റമർ ഇങ്ങനെ വരാൻ എത്ര ഡ്യൂറേഷൻ എടുക്കും നമ്മുടെ ബിസിനസ്സിൽ? ഡിപ്പെൻസ്. നമ്മൾ ട്രസ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നതനുസരിച്ചിട്ട് അത് 10 ദിവസമാവാം, 10 മാസമാവാം, 10 വർഷമാവാം. ഈ കസ്റ്റമറിന് റിപ്പീറ്റഡ് കസ്റ്റമറിന് ക്ലയന്റ് ആയി മാറുന്നതും അഡ്വക്കേറ്റ് ആയി മാറുന്നതും അംബാസഡർ ആയിട്ട് മാറുന്നതും ഇത് എന്തിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാ? നമ്മുടെ സർവീസിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട്, നമ്മളോടുള്ള ട്രസ്റ്റിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട്, കമ്പനിയുടെ. സെയിൽസ്മാനിലുള്ളതാണോ അതോ നമ്മളുടെ ഓർഗനൈസേഷനിലുള്ളതാണോ വേണ്ടത്? സെയിൽസ്മാനുള്ളതും ഓർഗനൈസേഷനുള്ളതും. നിങ്ങളൊരു സൂപ്പർ മാർക്കറ്റിലേക്ക് പോവാ, ലുലുവിലേക്ക് പോവാറുണ്ടോ? മിഥുരാജ് ഇപ്പൊ എവിടെയാ ഉള്ളത്? ഞാൻ ശരിക്കും വീട്ടിലാണ്, തിരൂര്. നെസ്റ്റോ വന്നോ തിരൂര്? നെസ്റ്റോ വന്നിട്ടുണ്ട്. ശരി. നെസ്റ്റോയിൽ പോവാറുണ്ടോ? അതെ, നെസ്റ്റോ പോവാറുണ്ട് അല്ലെ? ഒരു വട്ടാണോ പോയിട്ടുള്ളത്? ഇല്ല, അവിടെ പ്രിവിലേജ് കാർഡ് ഉണ്ടല്ലോ, അപ്പൊ വീണ്ടും പോകും. അതാണ് റിപ്പീറ്റഡ് കസ്റ്റമർ. നിങ്ങൾ സൂപ്പർ മാർക്കറ്റിലേക്ക് ഉമ്മ പറയാണ്, അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് പറയാണ്, നീ അതൊന്ന് വാങ്ങിക്കൊണ്ടുവന്ന് പറയുമ്പോൾ നെക്സ്റ്റോ പോയിട്ട് ഞാൻ വരാമെന്ന് പറയുന്നുണ്ടെങ്കിൽ അത് ക്ലൈന്റ് ആണ്. ഓക്കെ. നെസ്റ്റോനെ കുറിച്ചിട്ട് വേറൊരാളോട് പറയടാ തിരൂര് നെസ്റ്റോ വന്നിട്ടുണ്ട്, സെറ്റ് ആണ് കേട്ടോ എന്ന് മിഥുലാജ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മിഥുലാജ് അഡ്വക്കേറ്റ് ആണ്. നാളെ നെസ്റ്റോക്ക് വേണ്ടിയിട്ട് വീഡിയോ ചെയ്യുന്നുണ്ടെങ്കിൽ, നെസ്റ്റോനെ കുറിച്ച് വളരെ നല്ലത് പറഞ്ഞ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ അത് അംബാസഡർ ആണ്. ഓക്കെ, താങ്ക് യു സർ. ഇത് ക്ലാരിറ്റി കിട്ടി. ശരിക്കും ഇങ്ങനെയാണ് ഞാൻ ഉദ്ദേശിച്ചത്. ചോദ്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ക്ലാരിറ്റി തരാൻ പറ്റും. നമുക്ക് അല്ലെങ്കിൽ ജനറൽ ആയിട്ടേ പറഞ്ഞു പോകാൻ പറ്റും. ക്ലിയർ അല്ലേ? അതുകൊണ്ടാണ് ഞാൻ ഇവിടെ ഇരിക്കുന്നവരോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, നിങ്ങൾ ചോദിക്കുക. എന്റെ അടുത്ത് ആൻസർ ഇല്ല, എന്നെ യൂസ് ചെയ്യുന്ന ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എനിക്കറിയാം എന്റെ അടുത്ത് കാര്യങ്ങൾ ഉണ്ടായിരിക്കാം, എന്നെ യൂസ് ചെയ്യുന്ന ഞാൻ പറയുന്നത്. ചോദിച്ചാലല്ലേ ഉത്തരം കിട്ടുള്ളൂ. പറയും. ഇതിനകത്ത് പറഞ്ഞു. സിമ്പിൾ ആയിട്ട് പറയാം. സാറിന് ഒരു ഷോപ്പ് ഉണ്ടെങ്കിൽ അതിൽ ഞാൻ ഒരു വട്ടം വന്നാൽ കസ്റ്റമർ അല്ലെ, ഈ ഒരു വരാൻ എന്ത് ആക്ഷൻ ആണ് ആ കസ്റ്റമറെ കൊണ്ട് നമ്മൾ ഇടിപ്പിക്കാൻ പറ്റും? ഒരു വട്ടം ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്യണം? നമ്മള് മാർക്കറ്റിംഗ് ചെയ്യണം. ഒരു വട്ടം നമ്മൾ വരാം, മാർക്കറ്റിംഗ് ചെയ്യണം, ഓഫറുകൾ കൊടുക്കേണ്ടി വരും, അങ്ങനെയുള്ള കാര്യങ്ങൾ കൊടുക്കേണ്ടി വരും. ഓക്കെ, അത് കസ്റ്റമർ. ഓക്കെ. റിപ്പീറ്റഡ് കസ്റ്റമർ ആക്കാനുള്ള സാധനമാണ് പ്രിവിലേജ് കാർഡ് പോലുള്ള ഓഫറുകൾ. മെസ്സേജുകൾ അയക്കുക, വാട്സപ്പിൽ അയക്കുക, റിലേഷൻഷിപ്പ് കൂടുതൽ ക്രിയേറ്റ് ചെയ്യുക, പുതിയ പ്രൊഡക്റ്റ് വന്നിട്ടുണ്ടെന്ന് പറയുക, അല്ലെങ്കിൽ നമ്മുടെ ട്രെൻഡ്സ് ചെയ്യുന്ന പോലെ അടുത്ത തവണ വാങ്ങുന്ന സമയത്ത് നിങ്ങൾ ഈ കൂപ്പൺ ഉപയോഗിച്ച് എത്ര രൂപ കുറവുണ്ട് എന്നൊക്കെ പറയുന്നില്ലേ? അത് റിപ്പീറ്റഡ് കസ്റ്റമറാണ്. ഈ റിപ്പീറ്റഡ് കസ്റ്റമറെ ക്ലയന്റ് ആയിട്ട് മാറ്റുന്നത് വളരെ ഈസിയാണ്. എന്താ വെച്ച് കഴിഞ്ഞാൽ അവരായിട്ട് സ്ഥിരമായിട്ട് റിലേഷൻഷിപ്പ് വെക്കുക. മേ ബി ഒരു ടെലിഫോണിക് ബന്ധം, ഒരു പേഴ്സണൽ ടച്ച്, ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ അവർ പിന്നെ നമ്മളെ ഫസ്റ്റ് പ്രയോറിറ്റി തരും. ഈ പേഴ്സണലൈസ്ഡ് അപ്രോച്ച് ആണോ അതിൽ ഉദ്ദേശിക്കുന്നത്? പേഴ്സണൽ ടച്ച്, ബാങ്ക് ഒക്കെ ചെയ്യണത് ശരിയല്ലേ? ഇത് ക്ലയന്റിനെ ഏറ്റവും നന്നായി ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർ അഡ്വക്കേറ്റ് ആയിട്ട് മാറും. അവർക്ക് മൂന്നാമത് സർവീസ് ആണ് നമ്മൾ ഇതിൽ ഏറ്റവും പ്രയോറിറ്റി കൊടുക്കേണ്ടതില്ല. ഈ ക്ലയന്റ് ആയിട്ട് മാറണമെങ്കിൽ സർവീസിനേക്കാൾ ഇമ്പോർട്ടന്റ് ട്രസ്റ്റ് ആണ്.
ഇപ്പൊ ഞാനൊരു ഉദാഹരണം പറയും, ഒരു കാർ സർവീസ് നമ്മൾ മോശമായി കഴിഞ്ഞാൽ വീണ്ടും അവിടെ പോകണമെന്നുണ്ടെങ്കിൽ അവർക്ക് ഒരു വട്ടം അബദ്ധം പറ്റി അടുത്ത വട്ടം പറ്റില്ല എന്നൊരു കസ്റ്റമർക്ക് ഫീൽ ചെയ്യണം. അത് വിശ്വാസമാണ്, ട്രസ്റ്റാ. സർവീസ് മാത്രമല്ല, ട്രസ്റ്റ് ചിലപ്പോൾ സർവീസ് ചിലപ്പോൾ പാളി പോവാം, മനുഷ്യനല്ലേ ചെയ്യുന്നത് പലപ്പോഴും. പക്ഷെ അവിടെ ഒരു വിശ്വാസം ഉണ്ട്, ആ ബ്രാൻഡിനോടുള്ള വിശ്വാസം ഉണ്ട്. ഓക്കെ, അത് ഓക്കെ ആണെങ്കിൽ, ഈ ട്രസ്റ്റ് ഓക്കെ ആണെങ്കിലാണ് നാലാമത്തെ അഡ്വക്കേറ്റ് ആവുള്ളൂ. അഡ്വക്കേറ്റ് ആവുള്ളൂ. ഓക്കെ, ആ അഡ്വക്കേറ്റിന് പരിഗണന കിട്ടിക്കഴിഞ്ഞാൽ, അവനെ ഫസ്റ്റ് പ്രിഫറൻസും പ്രയോറിറ്റിയും കൊടുത്തു കഴിഞ്ഞാൽ കഴിഞ്ഞു, അവന് അംബാസഡർ ആയി. നമ്മുടെ എത്ര പേര് ഗൾഫിൽ നിന്ന് നാട്ടിലേക്ക് വരുന്നവര് ലുലുവിൽ പോയിട്ട് സാധനങ്ങൾ വാങ്ങുന്നുണ്ട്. ഈ അംബാസഡർ ക്വാളിറ്റി എന്താ? അംബാസഡറിന്റെ ഒന്ന് ഡിഫൈൻ ചെയ്യാൻ പറ്റും, അംബാസഡർ എന്താ ചെയ്യാന്നുള്ളത്? കമ്പനിക്ക് വേണ്ടി സംസാരിക്കുന്നുണ്ട്, കമ്പനിയുടെ മുഖമായിട്ട് മാറാൻ തയ്യാറാവുന്നു, സ്വയം തയ്യാറാവുന്നു. ഇന്നലെ ഷാജി ബ്രോ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മുടെ ഗ്രൂപ്പിൽ. അവര് ഒരു കപ്പിൾ സംസാരിക്കുന്ന വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അവരുടെ LVM ഈവന്റ്സിനെ കുറിച്ചിട്ട്, അവരുടെ സർവീസിനെ കുറിച്ചിട്ട് പറയുന്ന ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് അംബാസഡറാണ്, കാരണം അവർക്ക് അത്രയും വിശ്വാസമായി കഴിഞ്ഞു. അപ്പൊ ഇത് കണക്ട് ചെയ്യുമ്പോ ഞാനൊരു ഹോട്ടൽ ബിസിനസ് ഉള്ള ആളാണ് കോട്ടയത്ത്. ഓക്കെ, എനിക്കിത് പറഞ്ഞപ്പോ എന്റെ ഹോട്ടലിൽ ഒരു 5-6 പേര് ഡെയിലി ഭക്ഷണം കഴിക്കാൻ വരാറുണ്ട്. ഓക്കെ, ഇവര് ഒത്തിരി ആളുകളോട് പറയാറുണ്ട്, പിന്നെ ഇവിടെ നല്ല ഭക്ഷണമാണ്, പിന്നെ അടിപൊളിയാണ്, എന്തായാലും എന്ത് ചെയ്യാണ്, നിങ്ങൾ അവിടുന്ന് കഴിക്കണം എന്നുള്ളത്. അപ്പോ ഇത് പറഞ്ഞപ്പോഴാണ് അഡ്വക്കേറ്റ് ആണ്. ഓക്കെ, അപ്പൊ എനിക്ക് എന്റെ ബിസിനസ്സുമായിട്ട് കണക്ട് ചെയ്തപ്പോ ഒരു കണക്ഷൻ കിട്ടി, ഇതൊരു ചാനൽ ഉണ്ടെന്ന് മനസ്സിലായി. അത് ഈ പറഞ്ഞ അഞ്ച് കാറ്റഗറി എല്ലാരും കസ്റ്റമറാ ബേസിക്കലി, അല്ലെ? കസ്റ്റമർ, അംബാസഡർ, അഡ്വക്കേറ്റ് ഒക്കെ നമ്മുടെ കസ്റ്റമറാ ബേസിക്കലി, നമ്മുടെ സാധനം വാങ്ങുന്ന ആളാണ് ബേസിക്കലി. ഓക്കെ, പക്ഷെ അവരെ കണക്ട് ചെയ്യുന്നത് ഓരോന്നും ഓരോ രീതിയിലാണ്. എല്ലാവർക്കും ഒരേ പരസ്യം കൊടുത്തിട്ട് ശരിയാവില്ല. ശരിയാവോ? വ്യത്യസ്തമായ പരസ്യമായിരിക്കണം, വ്യത്യസ്തമായ രീതിയായിരിക്കണം അവരെ ഡീൽ ചെയ്യുന്നത്. ക്ലിയർ ആയോ? ഇനിയിപ്പോ ഞാൻ ഒരു ഉദാഹരണം കൂടി ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ഗോൾ സെറ്റിംഗ് 29 ഡിസംബർ 29 ഗോൾ സെറ്റിംഗ് സെഷൻ ഞാൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, 5,000 റുപ്പീസ് ആണ് ഞാൻ പുതിയതായിട്ട് വരുന്ന ഒരാൾക്ക് 5,000 റുപ്പീസ് ആണ് ഞാൻ ചാർജ് ചെയ്യുന്നത്. അതിനുള്ള ബെനിഫിറ്റ്സും അഡ്വാൻറ്റേജും അവർക്ക് ഉണ്ടാവും. അതെന്താന്നുള്ളത് ഞാൻ പറയാം. എന്നാൽ എന്റെ ബിസ്റ്റോക്സിലേക്ക് ഉള്ള ആൾക്കാർ, ഇപ്പൊ ഉദാഹരണം ഹരിദാസ് ഏട്ടൻ, രാമേന്ദ്രേട്ടൻ, അങ്ങനെയുള്ള ആൾക്കാർ, അവര് വന്ന് ജോയിൻ ചെയ്യുമ്പോൾ 3,500 ഇടും. ഓക്കെ, എനിക്ക് വേറൊരു ഗ്രൂപ്പ് ഉണ്ട്, ബിസിനസ് ബഡി എന്ന് പറയുന്നത്. അതൊരു സ്പെഷ്യൽ ഗ്രൂപ്പാ, കൂടുതൽ പൈസ അടച്ചിട്ട് ജോയിൻ ചെയ്തപ്പോ ഫാറൂഖ് ജി, സനീഷ് ജി, അങ്ങനെയുള്ള ആൾക്കാർ, അവർക്ക് 2,500 ഇടും. ഞാൻ പറഞ്ഞ അർത്ഥം മനസ്സിലായോ? ബിസ്റ്റോക്സിലോ രണ്ടാമത് പറഞ്ഞേതാ? ഏതാ ബിസ്റ്റോക്സ് എന്ന് പറയുന്നത്? ഇപ്പൊ നമ്മുടെ രാവിലത്തെ 6 മണിയുടെ ഗ്രൂപ്പ്. രണ്ടാമത്തെ രാമേന്ദ്രേട്ടനും അത് സുനിൽ ഭായിക്കൊക്കെ 3,500 ഉള്ളൂ ആ പരിപാടി അറ്റൻഡ് ചെയ്യാൻ. ബിസിനസ് ബഡി, അത് ബിസിനസ് ബഡിയാണ്. ബിസിനസ് ബഡി പറഞ്ഞാൽ നമ്മുടെ സനീഷ് ജി, ഫാറൂഖ് ജി ഒക്കെ അറ്റൻഡ് ചെയ്യണത് ബിസിനസ് ബഡിയാണ്. ഇവര് കുറെ കൂടുതൽ കാശ് തന്നിട്ടുണ്ട്. 1,500 അല്ല, 1,500 2,000 ഒന്നല്ല, മനസ്സിലായോ? 24,000 അല്ല, അവര് തരുന്നത് 48,000 ആണ്, 50,000 രൂപയാണ്. ആ 50,000 രൂപ തരുന്നവർക്ക് 2,500 ഉള്ളൂ. കാരണം അവരെന്നെ സംബന്ധിച്ചോളം അവരെന്റെ പ്രൈം കസ്റ്റമേഴ്സ് ആണ്. ഇതാണ് ഓരോരുത്തർക്കും കൊടുക്കുന്ന ഓഫറുകൾ ഡിഫറെന്റ് ആയിരിക്കും. എല്ലാവർക്കും ഒരുപോലെ കൊടുത്തു കഴിഞ്ഞാൽ ഫാറൂഖ് ജി വിചാരിക്കും, ഞാൻ ഇത്രയും പൈസ കൊടുത്തിട്ട് എനിക്ക് ഇതേ കൺസിഡറേഷനേ ഉള്ളൂ. പുതിയ ആൾക്കാർ വന്നു കഴിഞ്ഞപ്പോൾ ബിസ്റ്റോക്സ് വിചാരിക്കും, രാമേന്ദ്രേട്ടർക്ക് എത്ര കൊല്ലം എത്ര മാസമായി ഞങ്ങളൊപ്പം, എന്നിട്ട് എനിക്കും 5,000 എന്ന് ചോദിക്കും. അങ്ങനെയല്ല, ഇതാണ് വ്യത്യാസം. മിഥുലാജ് മനസ്സിലാവുന്നുണ്ടോ? ഓഫറുകൾ കൊടുക്കുന്നത് പോലും നമ്മൾ ക്ലിയർ ആക്കണം. സാറ് ബിസിനസ്സിൽ ഏത് നിഷിലാണ് വർക്ക് ചെയ്യുന്നത്? ഒരു സ്ട്രാറ്റജിസ്റ്റ് ആണോ, മാർക്കറ്റിംഗ് സ്ട്രാറ്റജിസ്റ്റ് ആണോ? സെയിൽസ് കൺസൾട്ടന്റ്. സെയിൽസും ബിസിനസ് ഡെവലപ്മെന്റും നമ്മുടെ പോളിസി. സ്ട്രാറ്റജീസും ബിസിനസ് ഡെവലപ്മെന്റ് സ്ട്രാറ്റജീസും സെയിൽസും. ഇതിൽ എന്തൊക്കെ ഒരു എന്റർപ്രണറിന് ഇതിന് എന്തൊക്കെ ഹെൽപ്പ് ഉണ്ടാവും? ഇതിൽ ഏറ്റവും വലിയ സംഭവം എന്ന് പറയുന്നത്
പേഴ്സൺ ടു പേഴ്സൺ സപ്പോർട്ടാണ് നമ്മൾ കൊടുക്കുന്ന ഏറ്റവും വലിയ സംഭവം. ഞാൻ വിശ്വസിക്കുന്നത് ഒരാളുടെ പേഴ്സണൽ ഗ്രോത്ത് ആണ് അയാളുടെ ബിസിനസ്സിലെ ഗ്രോത്ത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. മിഥിലാജ് രാവിലെ 5 മണി തൊട്ടിട്ട് ഊർജത്തോടെ നിൽക്കുകയാണെങ്കിൽ മിഥിലാജ് ബിസിനസ്സിന് കൊടുക്കുന്ന എഫേർട്ട് ഭയങ്കരമായിരിക്കും. ശരിയല്ലേ? ഇതിനൊപ്പം നിൽക്കാൻ പറ്റുക എന്നുള്ളതാണ് എൻ്റെ പ്രൈം കാര്യം. ഇതാണ് ബിസിനസ് ബഡി എന്ന് പറഞ്ഞപ്പോൾ സനീഷ് ജി അല്ലെങ്കിൽ ഫാറൂഖ് ജി, അവർക്ക് എന്ത് കാര്യം ഉണ്ടെങ്കിലും എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഒപ്പം നിൽക്കും. അതൊരു പേഴ്സണൽ ടെൻഷൻസ് കൂടി ആണെങ്കിൽ കൂടി നമ്മൾ ഒപ്പം നിൽക്കും. അതാണ് ബിസിനസ് ബഡി എന്ന് പറയുന്നത്. ഓക്കെ, രണ്ടാമത്തത് ഈ പറഞ്ഞ ബിസ്റ്റോക്സ് എന്ന് പറയുന്നത് കോമൺ ആയിട്ടുള്ള ആൻസറുകൾ, കോമൺ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മളിവിടെ കൊടുക്കും. അതിൽ പേഴ്സണൽ ആയിട്ടുള്ള ചോദ്യങ്ങൾ വന്നു കഴിഞ്ഞാൽ പേഴ്സണൽ ആയിട്ടുള്ള ഉത്തരങ്ങൾ കൊടുക്കും. മനസ്സിലായോ പൃഥ്വിരാജ്? വിളിക്ക്, നമുക്ക് സംസാരിക്കാം. ഇവിടെ പറയുകയാണെങ്കിൽ ഒരുപാട് സമയം പറയാനുണ്ട്. ഒരു 15 മിനിറ്റ് സമയം എനിക്ക് തന്നു. പിന്നെ എനി ക്വസ്റ്റ്യൻ, എനി മോർ ക്വസ്റ്റ്യൻസ് പ്ലീസ്? എന്തിന് നമ്മൾ പരിഹാരം ഉണ്ടാക്കും? എന്നെ കൊണ്ട് പറ്റിയില്ലെങ്കിൽ അതിന് പറ്റുന്ന ആൾക്കാരെ നമ്മൾ കണക്ട് ചെയ്യും. ഈ മുനീർ എന്ന് പറയുന്നത് നമ്മുടെ മുനീർജി ആണോ? കാണാതായ മുനീർജി ആണോ? മുനീർജി അവിടെ പോയി. ആ, മുനീറിനെ കാണാതായിട്ട് കുറച്ച് ദിവസമായിട്ടുണ്ട്. ഒന്ന് കണ്ടു. ഞാൻ തന്നെ വിളിച്ചിട്ട് എടുത്തില്ല ഫോൺ. മുനീർ മണ്ണിൽ തൊടി അല്ല? മണ്ണിൽ തൊടി തന്നെ. ശ്രീജിത്ത് സാറേ, എനിക്ക് തോന്നുന്നു പിന്നെ നിങ്ങളെ സ്റ്റെഫ് വരണമെങ്കിൽ നിങ്ങളുമായിട്ട് ഇന്ററാക്ട് ചെയ്താലേ നിങ്ങളെ സ്റ്റെഫ് വരണുള്ളൂ. അത് ഞാൻ എപ്പോഴും പറയുന്നതാ മിഥിലാജ്. ഇവിടെ ഇത് എന്തറിയോ, ഇപ്പൊ എന്റെ ബിസ്റ്റോക്സിലുള്ള ആൾക്കാർ മനഃപൂർവ്വം മിണ്ടാതിരിക്കുന്നതാ. കുറച്ച് അവര് സാധാരണ ഇങ്ങനൊന്നല്ല, ഈ രാമേന്ദ്രേട്ടൻ ഇങ്ങനൊന്നല്ല. അവരിപ്പോ 10 ദിവസം മറ്റുള്ളവർക്ക് കൂടി അവസരം ഉണ്ടായിക്കോട്ടെ വെച്ചിട്ട് മിണ്ടാതിരിക്കുന്നതാ. പക്ഷെ ആരും ചോദിക്കുന്നില്ല. ഇന്ററാക്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്റെ അടുത്ത് കൂടുതൽ കിട്ടും. അതല്ലേ ഞാൻ പറഞ്ഞു, ഡയറക്റ്റ് വിളിച്ചോ ധൈര്യമായിട്ട്. ഒരു ബുക്കിംഗ് ആയിട്ടുണ്ട് രാമേന്ദ്രേട്ടാ, ജീവൻ സാറും വൈഫും. 5000. രണ്ട് കച്ചവട, രണ്ടാളും ഒരാള് വൈഫിനെ കൂടെ 3500 കൊടുത്തപ്പോ അത് കൊടുക്കൂല. സാറിന് ഒരു പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് ക്ലാസ്സിന് പോയാല് ഇപ്പൊ മിഥിലാജ് അവരോട് സംശയം ചോദിച്ചു വെച്ചു. അത് മിഥിലാജിന്റെ പേഴ്സണൽ മാത്രം കാര്യമായിരിക്കും. ഇപ്പൊ മിഥിലാജിനോട് സാറ് പറഞ്ഞു തരുന്ന കാര്യങ്ങൾ നമുക്കെല്ലാം ഉപകാരമാണ്. അതാണ് വ്യത്യാസം. ക്ലിയർ ആണോ? മിഥിലാജിന് ക്ലിയർ ആണോ? യെസ് യെസ് യെസ്. അല്ല, ഞാനിങ്ങനെ ഇന്ററാക്ട് ചെയ്യുന്നതുകൊണ്ട് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടാവും. അതുകൊണ്ട് ഞാൻ സംസാരിക്കാറ്. നമ്മളിപ്പോ 27 ആള് നമ്മൾ 7:24 പോയില്ല. നമുക്ക് 7 മണിക്ക് പോകേണ്ടവരാ. എല്ലാവർക്കും ബിസിനസ്സിലാണ്. കാരണം അവസാന സെക്കൻഡ് വരെ നമുക്ക് ഗുണകരമാണ് നമുക്ക് തോന്നുന്നതുകൊണ്ടാണ് നമ്മൾ ഇവിടെ നിൽക്കുന്നത്. ഇപ്പൊ ഞാൻ മിഥിലാജിന് പറഞ്ഞ എക്സാമ്പിൾ ഉണ്ടല്ലോ, അത് ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തർക്കും ഗുണമാണ്. അത്രേ ഉള്ളൂ. അതിന് വേണ്ടിയിട്ട് ഇരിക്കുക. വേണ്ട, ഹരിദാസേട്ടനൊക്കെ ഇരിക്കുന്ന ഇപ്പൊ കണ്ടോ, ചാടി വീഴാൻ വേണ്ടി കിട്ടി 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 എന്നാ പറയണത്. ഓരോന്നും മുണ്ടിക്കഴിഞ്ഞാൽ ഭയങ്കര ഗുണം. ഇനി എന്തെങ്കിലും ആർക്കെങ്കിലും ചോദ്യങ്ങൾ? അപ്പൊ ഒന്ന് നാളെ കാണാം. ഓക്കെ, പണിയെടുക്കണം. നാളെ സൺഡേ ആണ്. മടി പിടിച്ചിരിക്കരുത്. സൺഡേ ആണെങ്കിൽ നമ്മൾ പണിയെടുക്കണം. നമ്മൾ പണിയെടുത്താലേ നമ്മുടെ കുടുംബത്തിനുള്ളൂ എന്ന് ഓർക്കണം ബിസിനസ്സുകാരാണ്. അപ്പോ ഗുഡ് മോർണിംഗ്. ഓക്കെ.